ദൈവനാമത്തിൻ്റെ മഹത്വം പറയുന്നു. എന്നെ ഇന്ന് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയിൽ വരുവാനുള്ള കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ സുദീർഘ നൂറ്റാണ്ടുകളായി നമ്മളുടെ ഭാരതത്തിലും അതുപോലെ ലോകത്തിൻ്റെ ഇതര കോണുകളിലും എന്താണ് ക്രിസ്ത്യാനിത്വം, അതുപോലെ ഏതാണ് യഥാർത്ഥ ക്രൈസ്തവ സഭ എന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നമ്മളുടെ ഒക്കെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനിടയിൽ മാത്രമല്ല, ക്രിസ്തീയത എന്ന് പറയുന്ന സംഭവം എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഈ വിധത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്നാൽ കാലങ്ങൾ മുൻപോട്ട് പോകും തോറും അവരവരുടെ സഭയാണ്, അല്ലെങ്കിൽ അവരവർ നിലകൊള്ളുന്ന സഭയാണ് യഥാർത്ഥ ക്രൈസ്തവ സഭ എന്ന് പറയുവാനോ അല്ലെങ്കിൽ അത് സ്ഥാപിക്കുവാനോ വേണ്ടിയുള്ള ശ്രമങ്ങളും പല സ്ഥലങ്ങളിൽ നടക്കുന്നത് നമ്മൾക്ക് അറിവുള്ള കാര്യമാണ്. പക്ഷെ നമ്മളിതൊക്കെ പറയുമ്പോൾ ഏതാണ് യഥാർത്ഥ ക്രൈസ്തവ സഭ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മളുടെ ഹിതമനുസരിച്ചോ അല്ലെങ്കിൽ നമ്മൾ എഴുതി ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു ബൈലോയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു കൗൺസിൽ കൂടിയെടുത്ത ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല. അത് ഏതാണ് എന്ന് പറയേണ്ടത്, അല്ലെങ്കിൽ യഥാർത്ഥ ക്രൈസ്തവ സഭ ഏതാണ് എന്ന് പറയേണ്ടത്, അതിനുള്ള അധികാരം എന്ന് പറയുന്നത് ദൈവത്തിനാണ്, ദൈവത്തിൻ്റെ വചനത്തിനാണ്. വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥമല്ല, അത് സർവ്വമാനവരാശിക്കും വേണ്ടി ദൈവം നൽകിയ നിയമത്തിൻ്റെ പുസ്തകമാണ്. അപ്പോൾ അത് നമ്മൾ അറിയുമ്പോൾ എന്താണ് ബൈബിൾ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാണ് അറിയേണ്ടത്. അപ്പോൾ അത് അറിയാതെ നമുക്കൊരിക്കലും ഈ ഏതാണ് യഥാർത്ഥ സഭ എന്ന് പറയാനൊക്കില്ല. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അവരവർ ഏതൊക്കെ വിഭാഗങ്ങൾ കൂടുന്നോ ആ വിഭാഗമാണ് യഥാർത്ഥ സഭ എന്ന് സ്ഥിരീകരിക്കുവാൻ വേണ്ടി ഒട്ടുവളർ ശ്രമം നടത്തുന്നത് നമ്മൾക്ക് കാലങ്ങളായി കാണുവാൻ കഴിയുന്ന കാര്യമാണ്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശുദ്ധ ബൈബിളിനെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 5000-ലധികം സെക്ടേറിയൻ മൂവ്മെന്റ്സ് നിങ്ങൾക്ക് ലോകത്തിൽ കാണാം. എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അവരവരുടെ ഇഷ്ടമനുസരിച്ചോ അല്ലെങ്കിൽ അവരവരുടെ കോൺസെപ്റ്റ് അനുസരിച്ചോ ഉള്ള വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവരുവാൻ തുടങ്ങുമ്പോൾ ഒത്തിരി രീതിയിലുള്ള വിഭാഗങ്ങൾ നിങ്ങൾക്ക് കാണാം. ഒന്നും രണ്ടുമൊന്നുമല്ല, ഞാൻ പറഞ്ഞാൽ 5000-ലധികം സെക്ടേറിയൻ മൂവ്മെന്റ്സ് ആണ്. ക്രിസ്തുവുമായിട്ട് ബന്ധമില്ലാത്തവർ ക്രിസ്തുവിൻ്റെ സഭയാണെന്ന് പറയുന്നു. അതുപോലെ പിതാവ് പുത്ര പരിശുദ്ധ റൂഹ എന്ന് പറഞ്ഞ തൃത്വത്തിൽ വിശ്വസിക്കാത്ത വിഭാഗങ്ങൾ അത് സഭയാണെന്ന് പറയുന്നു. അതുപോലെ സ്നാനവും കർത്തൃമേശയും അംഗീകരിക്കാത്ത വിഭാഗങ്ങൾ സഭയാണെന്ന് പറയുന്നു. വിശുദ്ധ ബൈബിൾ പുതിയ നിയമത്തിൽ വരച്ചു കാണിക്കുന്ന സഭയ്ക്ക് ഇതരമായ പൗരോഹിത്യ ശ്രേണികൾ ഉള്ള വിഭാഗങ്ങൾ സഭയാണെന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഇംഗിതമനുസരിച്ച് കാര്യങ്ങൾ നടത്തുകയും അതെല്ലാം സഭയാണ് എന്ന് ചിത്രീകരിക്കുവാനുള്ള അശ്രാന്ത പരിശ്രമം നടത്തുകയും ചെയ്യുന്നത് നമ്മൾക്ക് വ്യക്തമാണ്. പക്ഷേ നമ്മൾ അറിയേണ്ടതും അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടതും, ഈ ക്രൈസ്തവ സഭയ്ക്ക് സഭയെന്ന് ഉള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ എവിടുന്നാണ് വരിക എന്നുള്ളതാണ്. ഇനി സഭ എന്ന് പറയുമ്പോൾ ചേർച്ച് അല്ലെങ്കിൽ അസംബ്ലി എന്ന് പറയുന്ന ആ വാക്കറിയാമല്ലോ, സമ്മേളിക്കുക, ഒരുമിച്ച് ഇരിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് സഭ എന്ന പേരിൻ്റെ അറ്റത്തുള്ള പലതും കാണാം. അറിയാമല്ലോ, ഇന്ത്യയുടെ പാർലമെന്റിന് 2 ഭാഗങ്ങളുണ്ട്. അതാണ് രാജ്യസഭ, അതുപോലെ ലോക്സഭ. അതുപോലെ നമ്മളുടെ അസംബ്ലി ഉണ്ട് കേരളത്തിലും, അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ ഭരണസിരാകേന്ദ്രം അത് അസംബ്ലിയാണ്. അതിനും നിയമസഭ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പേരിൻ്റെ അറ്റത്ത് സഭ എന്ന് നമ്മൾ എഴുതി ചേർക്കുമ്പോൾ അത് ക്രിസ്തു വിഭാവനം ചെയ്ത അല്ലെങ്കിൽ ബൈബിൾ ഭാഷയിലുള്ള സഭ ആണോ അല്ലയോ എന്ന് നമ്മൾ അതിനെ സുവ്യക്തമായിട്ട് വിലയിരുത്തണം. അത് വിലയിരുത്തുവാൻ നമ്മൾക്ക് കഴിയേണ്ടത് ബൈബിളിൻ്റെ ആ ചിത്രത്തിലാണ്. അപ്പോൾ ബൈബിൾ ചിത്രീകരിക്കുന്ന സഭ, അതാണ് ക്രിസ്തു സഭ എന്ന് പറയുന്നത്. അപ്പോൾ നാം അതിലേക്കാണ് എത്തുന്നത്. ഞാൻ ഇന്ന് അതിനെക്കുറിച്ചാണ് ചർച്ച നടത്തുന്നത്. ഞാനിത് പറയുമ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിൽ, ചിലരുടെയെന്നല്ല പലരുടെയും മനസ്സിൽ
ഭാവഭേദങ്ങളും വികാര വിക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നുള്ള സത്യമാണ്. പക്ഷേ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയാൽ ഇതിരുട്ടാകുകയില്ല. നമ്മൾ കള്ളം എപ്പോഴും സത്യമാണെന്ന് വ്യാഖ്യാനിച്ചാൽ ആ കള്ളം ഒരിക്കലും സത്യമാവില്ല. നമ്മൾ രാത്രിയെ പകലെന്ന് വ്യാഖ്യാനിച്ചാൽ അത് പകലാവില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയണം. ഞാനൊരു കാര്യം കൂടെ പറയുന്നു. നൂറ്റാണ്ടുകളായിട്ട് വിശുദ്ധ ബൈബിളിലേക്ക് മനുഷ്യനെത്തുവാനോ അത് വായിക്കുവാനോ അനുവദിക്കാത്ത, അല്ലെങ്കിൽ അതിനുവേണ്ടി അനുവാദം നൽകാതിരുന്ന വിഭാഗങ്ങൾ ഇവിടെ നമ്മുടെ പട്ടത്ത സഭകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് അത് ലഭ്യമല്ല. അത് പുരോഹിത വരേണ്യവർഗത്തിന്റെ കയ്യിൽ ഇരുന്ന് അവർ അതിനെക്കുറിച്ച് എന്ത് വ്യാഖ്യാനം പറയുന്നുവോ ആ വ്യാഖ്യാനത്തിലേക്ക് എത്തുന്നത് മാത്രമേ ജനങ്ങൾ കേൾക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ ബൈബിൾ അവൈലബിൾ അല്ല. നിങ്ങൾക്കറിയാമായിരിക്കാം 1450 ഗുട്ടൻബർഗ് എന്ന് പറയുന്ന ആ മനുഷ്യനാണ് അച്ചടി യന്ത്രം അല്ലെങ്കിൽ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ആ സമയം മുതലാണ് ജനങ്ങളുടെ അടുക്കലേക്ക് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത താളുകൾ എത്തുക. അതിനു മുമ്പ് മാനുസ്ക്രിപ്റ്റ്സ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, കയ്യെഴുത്ത പ്രതികളാണ്. ഞാൻ കയ്യെഴുത്ത പ്രതികളെ കുറിച്ച് ഒന്നുമല്ല പറയാൻ തുടങ്ങുന്നത്, ഒത്തിരി വിശദമായിട്ട് പറയേണ്ട കാര്യമാണ്. അപ്പോൾ ജനങ്ങൾക്ക് ഇത് പ്രാപ്യമല്ലായിരുന്നു. അപ്പോൾ ജനങ്ങൾക്ക് ഇത് പ്രാപ്യമല്ലാത്തത് കൊണ്ട് എന്തൊക്കെയാണോ മുൻപിൽ നിൽക്കുന്നവർ പറയുന്നത് അത് തന്നെയാണ് ശരി എന്ന് വിശ്വസിക്കുകയല്ലാതെ വേറെ നിവർത്തിയൊന്നും അവർക്കില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1517 കത്തോലിക്ക സഭയിലെ പുരോഹിതനായിരുന്ന, അവരുടെ 2 സെമിനാരികളിലെ അധ്യാപകനായിരുന്ന മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹത്തിന് തൻ്റെ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ 1-ാമത്തെ വർഷം കിട്ടിയത് സങ്കീർത്തനങ്ങളാണ്. 2-ാമത്തെ വർഷം അദ്ദേഹത്തിന് പഠിപ്പിക്കുവാൻ വേണ്ടി സെമിനാരിയുടെ അധികാരികൾ നൽകിയത് ഗലാത്യ ലേഖനമാണ്. 3-ാം വർഷം അദ്ദേഹത്തിന് വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ ലഭിച്ചത് റോമാലേഖനമാണ്. അപ്പോൾ തൻ്റെ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ഇത് നോട്ട് പ്രിപ്പയർ ചെയ്യുകയും താൻ തന്നെ വിശദമായിട്ട് ഇത് പഠിക്കുകയും ചെയ്ത അവസരത്തിലാണ് റോമാലേഖനം 1-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ എത്തിയപ്പോഴാണ് അന്നുവരെ അല്ലെങ്കിൽ ആ സമയത്ത് നടന്നുകൊണ്ടിരുന്ന ആ സംവിധാനം അല്ല വിശുദ്ധ ബൈബിൾ പറയുക എന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ അന്ന് വിറ്റിൻബർഗ് ദേവാലയം പണിയുവാൻ വേണ്ടി പോപ്പിന്റെ കയ്യിൽ പണം ഇല്ല. അതുകൊണ്ട് പാപമോചന ചീട്ട് ഇറക്കി, ഇൻഡൾജൻസ് ഇറക്കി. എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം, അവർ പറഞ്ഞു പഠിപ്പിച്ച കാര്യം, മരിച്ചുപോയ വിശുദ്ധന്മാരുടെ വിശുദ്ധിയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇഷ്ടം പോലെ വിശുദ്ധി കിടപ്പുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന പണം അനുസരിച്ച് നിങ്ങൾ 1000 രൂപ കൊടുത്താൽ ആ 1000 രൂപയുടെ വിശുദ്ധി ആ വിശുദ്ധിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുകയും നിങ്ങളുടെ വിശുദ്ധിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് 1000 രൂപയുടെ വിശുദ്ധി ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു. ജനങ്ങൾക്ക് സത്യാവസ്ഥ അറിയില്ലല്ലോ. കാര്യം മുൻപിൽ നിൽക്കുന്ന പുരോഹിത വർഗങ്ങൾ പറയുന്നത് മനസ്സിലാക്കുകയല്ല, നിവർത്തിയില്ല. അപ്പോൾ പണം കൊടുത്ത് പാപമോചനം വാങ്ങുക, പണം കൊടുത്ത് വിശുദ്ധി വാങ്ങുക എന്നുള്ള ഒരു സംവിധാനം നടന്നുകൊണ്ടിരുന്ന ആ കാലത്ത് എന്തായാലും ശ്രദ്ധിക്കണം. ഇതിനിടയിൽ പറയുന്നു, അന്നത്തെ പോപ്പ് വിചാരിച്ചതുപോലെ വിറ്റിൻബർഗ് ദേവാലയം പുതുക്കി പണിയുവാനുള്ള പണം ഈ പറയുന്ന കാര്യങ്ങൾ അറിയാതെ ജനങ്ങളിൽ നിന്ന് പാപമോചന ചീട്ട് വഴി ലഭിച്ചു. അപ്പോൾ അത് കൊടികുത്തുവാണ്ടിരുന്ന ആ സമയത്താണ് ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന മനുഷ്യൻ റോമാലേഖനം അത് പഠിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് വിശുദ്ധ ബൈബിളിലെ ഹബക്കുക്കിന്റെ പ്രവചനത്തിലുള്ള ഉദ്ധരണി അദ്ദേഹം കണ്ടു. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും, പണം കൊണ്ട് ജീവിച്ചിരിക്കുമെന്നല്ല, പണം കൊടുത്ത് വിശുദ്ധി വാങ്ങുമെന്നൊന്നുമല്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ആ വാക്യമാണ് അദ്ദേഹത്തിന്റെ കണ്ണിൽ ഉടക്കിയത്. അത് തന്റെ മനസ്സിൽ കോറിയിട്ടു. മാത്രമല്ല, അതിനെ ആസ്പദമാക്കിയുള്ള ചിന്തകളും അതുപോലെ വിചാരങ്ങളും പഠനങ്ങളും എത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഈ കാണിക്കുന്നൊന്നുമല്ല വിശുദ്ധ ബൈബിൾ പറയുന്നത്. അങ്ങനെയാണ് 1517 ഒക്ടോബർ മാസം 31-ാം തീയതി റോമിലുള്ള വിറ്റിൻബർഗ് ദേവാലയത്തിന്റെ കഥകിൽ കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള 95 കുറ്റസംഗതികൾ ആണ് ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന അന്ന് കത്തോലിക്കയിലെ പുരോഹിതനും സെമിനാരി അധ്യാപകനുമായിരുന്ന അദ്ദേഹം കുറിച്ചു വച്ചത്. യഥാർത്ഥത്തിൽ അദ്ദേഹം കത്തോലിക്ക സഭയിൽ നിന്ന് പിളർന്നു മാറുവാൻ ഒരു ആഗ്രഹത്തിലല്ല അദ്ദേഹം പിളർന്നു മാറിയത്. അദ്ദേഹം ശരിയായിട്ട് താൻ നിൽക്കുന്ന ആ സഭ വഴിതെറ്റിപ്പോകുന്നു
വിശുദ്ധ ബൈബിൾ അതല്ലല്ലോ പറയുന്നത്. അതുകൊണ്ട് താൻ നിൽക്കുന്ന സമൂഹത്തെ ശരിയായിട്ടുള്ള ബൈബിൾ പ്രകാശത്തിലേക്ക് കൊണ്ടുവരിക, ജനങ്ങളെ സത്യം മനസ്സിലാക്കുക എന്ന ഒരു വീക്ഷണമായിരുന്നു അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അവിടെ തുടരുവാൻ കഴിയാതെ കത്തോലിക്ക സഭയിൽ നിന്ന് വെളിയിറങ്ങേണ്ടി വന്നു. അങ്ങനെയാണ് ലൂഥറൻ സഭ ഉണ്ടാകുന്നത്. 1529 സ്പിയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയ കൗൺസിലിൽ വെച്ചാണ് കത്തോലിക്കർ ഈ എതിർക്കുന്നവർ എന്നർത്ഥത്തിൽ മാർട്ടിൻ ലൂഥറിനെയും അദ്ദേഹത്തിന്റെ ആശയത്തോടെ ബന്ധപ്പെട്ടവരെയും ഒക്കെ പ്രൊട്ടസ്റ്റന്റുകാർ എന്ന് വിളിച്ചത്. അപ്പോൾ എതിർക്കുന്നവർ എന്ന് പറഞ്ഞാൽ കത്തോലിക്കർ അന്ന് പറഞ്ഞതനുസരിച്ച് കത്തോലിക്ക വിഭാഗമൊഴികെ ബാക്കി വരുന്ന ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന ഓർത്തഡോക്സ് എന്നോ ജക്കോബൈറ്റ് എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ മർത്തോമൈറ്റ് എന്നോ CSI എന്നോ CNI എന്നോ ബ്രദർ എന്നോ ബാപ്റ്റിസ്റ്റ്, ചർച്ച് ഓഫ് ക്രൈസ്റ്റ്, മെത്തേഡിസ്റ്റ്, പ്രസ്ബിറ്റീരിയൻ, പെന്തക്കോസ്റ്റൽ, അപ്പോൾ എന്തുമാകട്ടെ കാത്തലിക് ഒഴികെയുള്ള ബാക്കി എല്ലാം പ്രൊട്ടസ്റ്റന്റ്സ് ആണ്, അല്ലെങ്കിൽ അവരെ എതിർക്കുന്നവരാണ്. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് ഇന്ന് സത്യത്തിൽ ആരാരെ എതിർക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ നവീകരണം ഉണ്ടായി എന്ന് പറയുന്ന മർത്തോമ സഭ 1836-37 കാലങ്ങളിൽ കോട്ടയത്തുള്ള ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിലെ സിറിയക് അധ്യാപകനായിരുന്ന, അന്നത്തെ ഓർത്തഡോക്സിലെ വൈദികനായിരുന്ന എബ്രഹാം മൽപ്പാൻ, അല്ലെങ്കിൽ പാലക്കുന്നത്തെ എബ്രഹാം മൽപ്പാൻ, മൽപ്പാൻ എന്ന് പറഞ്ഞാൽ പ്രൊഫസർ എന്നാണ്. അപ്പോൾ പാലക്കുന്നത്തെ എബ്രഹാം മൽപ്പാന്റെ നേതൃത്വത്തിൽ ഒരു വലിയ നവീകരണം നടന്നു. വിഗ്രഹാരാധനയ്ക്കെതിരെയും അതുപോലെ ഇവിടെയുള്ള പള്ളികളിലെ അനാചാരങ്ങൾക്കെതിരെയും പെരുന്നാളുകൾക്കെതിരെയും ഒക്കെയുള്ള വലിയൊരു നവീകരണമാണ് ഉണ്ടായത്. കേരള സഭയിലുണ്ടായ വലിയൊരു നവീകരണമാണ്. പക്ഷേ ആ സഭയും ഇപ്പോൾ എങ്ങോട്ടാണ് പോകുക എന്നറിയണം. അപ്പോൾ എല്ലാവരും ഭായി എന്ന് പറഞ്ഞ് തോളയിൽ കൈയിട്ട് പോകുന്ന ഒരു കാര്യമാണ് കാണുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങണമെന്നോ വഴക്കുണ്ടാക്കണമെന്നോ പ്രതിസന്ധികൾ സൃഷ്ടിക്കണമെന്നോ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കണമെന്നോ അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ എവിടെയാണ് ഇപ്പോൾ നവീകരണം, അല്ലെങ്കിൽ ശരിയായിട്ട് നവീകരണം, റീഫോർമേഷൻ എന്ന് പറയുന്ന ആ വാക്കിന് മലയാളത്തിലേക്ക് വന്നപ്പോൾ അത് നവീകരണം എന്നായി. ശരിയായിട്ട് റീഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നവീകരണം എന്നല്ല അതിൻ്റെ അർത്ഥം, പുനർവൽക്കരണം എന്നാണ്. എന്ന് പറഞ്ഞാൽ പഴയതിലേക്കുള്ള മടങ്ങിപ്പോക്ക്. അതെങ്കിൽ ഫോം ചെയ്തിരുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരുന്നത്, രൂപം ഉണ്ടാക്കിയിരുന്നത്, അത് രൂപത്തിന് അന്യമായി അതിലേക്കുള്ള മടങ്ങിപ്പോക്ക്, അതാണ് റീഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും അത് കാലാകാലങ്ങളായി അവിടെയും ഇവിടെയൊക്കെ വന്നു. അപ്പോൾ ഈ മാർട്ടിൻ ലൂഥർ തന്നെ അദ്ദേഹം കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള തെസീസ് ഒക്കെ എഴുതി 95. പക്ഷേ അദ്ദേഹത്തിന് കത്തോലിക്ക സഭയിൽ നിന്ന് രാഷ്ട്രീയവും അതുപോലെ മതപരവുമായ ചില പ്രതിസന്ധികൾ ഉള്ളത് കൊണ്ട് കത്തോലിക്ക സഭയിൽ നിന്ന് മാറേണ്ടി വന്നു. അങ്ങനെ ലൂഥറൻ സഭ ഉണ്ടായി. പക്ഷേ ലൂഥറൻ സഭയിലും പൗരോഹിത്യമുണ്ടെന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല. എൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഏതാണ് ക്രൈസ്തവ സഭ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഏതിലേക്കാണ് പോകേണ്ടത് എന്ന് ജനങ്ങൾക്ക് തീരുമാനിക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ അറിയേണ്ടത്. അതിന് അറിയേണ്ടത് വിശുദ്ധ ബൈബിൾ വരച്ചു കാട്ടുന്ന സഭ ഏതെന്നാണ്. അപ്പോൾ വിശുദ്ധ ബൈബിൾ വരച്ചു കാട്ടുന്ന സഭ എന്ന് പറയുന്നത് അതറിയണമെങ്കിൽ വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലേക്ക് വരണം. പുതിയ നിയമത്തിൽ ആണ് അവിടെ ക്രൈസ്തവ സഭയെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ അതിൻ്റെ ഉപദേശ സംവിധാനങ്ങൾ, അവിടുത്തെ ഓഫീസസ് അല്ലെങ്കിൽ അതിലുള്ള ഓഫീസസ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, ഇവരെയൊക്കെ നിങ്ങൾക്ക് അവിടെയാണ് കാണുന്നത്. എഫേസ്യ ലേഖനം നിങ്ങൾ വായിച്ചാൽ അവിടെ കാണുന്ന ഭാഗം 4-ാമത്തെ അധ്യായത്തിലാണ്. അവിടെയാണ് സഭയിലെ 5 ഉദ്യോഗസ്ഥന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് അപ്പോസ്തലന്മാർ, 2 സുവിശേഷകന്മാർ, 3 പ്രവാചകന്മാർ, 4 ഇടയന്മാർ, 5 ഉപദേഷ്ടാക്കന്മാർ, അപ്പോൾ ടീച്ചേഴ്സ്. അപ്പോൾ ഈ 5 ഔദ്യോഗികതയാണ് പുതിയ നിയമസഭയിൽ പറഞ്ഞത്. അപ്പോൾ പിന്നെ പുതിയ നിയമസഭ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ക്രൈസ്തവ സഭ എന്ന് പറഞ്ഞ് ഇപ്പോൾ നിലനിൽക്കുന്ന പലതിൻ്റെ അകത്തും കാണുന്ന ഈ പൗരോഹിത്യ വിഭാഗം എവിടെ നിന്ന് വന്നതാണ്? അതാണ് നമ്മൾ അറിയേണ്ടത്. പൗരോഹിത്യ വിഭാഗം ഇവിടെ വരുവാൻ കാര്യം ആദ്യാചാരത്വം കൈക്കൊണ്ട് അഹ്റോൻ മോശയോടൊന്നിച്ച് സ്കറിയായ്ക്ക് അത് നൽകി മോശ, സ്കറിയ യോഹന്നാനും, യോഹന്നാൻ കർത്താവിനും, കർത്താവ് സ്ലീഹന്മാർക്കും, സ്ലീഹന്മാർ നാനാ ജാതി മതസ്ഥർക്കും കൊടുത്തു എന്ന് പറഞ്ഞ് ഓർത്തഡോക്സ് അതുപോലെ ജക്കബൈറ്റ് വിഭാഗങ്ങളൊക്കെ കുർബാന മധ്യേ പാടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചു വെച്ച പാട്ടാണ്. പക്ഷെ അവിടുത്തെ അതിൻ്റെ ന്യൂനതകൾ നിങ്ങൾ ശ്രദ്ധിക്കണം.
ആദ്യാചാരത്വം കൈക്കൊണ്ട് അഹരോൻ മോശയോടൊന്നിച്ച് സ്കറിയായ്ക്ക് നൽകി മൂശ എന്ന് പറയൽ മോശം നൽകി എന്ന് പറയുമ്പോൾ തന്നെ പാട്ട് തെറ്റി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പുരോഹിതനായിട്ട് ആദ്യമായിട്ട് നിയമിക്കപ്പെട്ടയാൾ, അല്ലെങ്കിൽ മഹാപുരോഹിതനായിട്ട് ആദ്യമായിട്ട് നിയമിക്കപ്പെട്ടയാൾ എന്ന് പറയുന്നത് മോശയ്ക്ക് 3 വയസ്സ് മൂത്തവനായ, മോശയുടെ മൂത്ത സഹോദരനായ, അല്ലെങ്കിൽ അമ്രാമിന്റെയും യോഖേബേദിന്റെയും മകനായിട്ട് പിറന്ന അഹരോനാണ്. അദ്ദേഹമാണ് അന്നത്തെ മഹാപുരോഹിതരുടെ ആദ്യം വാഴിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മക്കൾ ആണ്, അവരാണ് ഈ പറയുന്ന പുരോഹിതന്മാരായിട്ട് വന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, ഈ പറയുന്ന അതിൽ മോശയ്ക്ക് ഇവർക്ക് ഈ ഒരു കാര്യം ചെയ്തു കൊടുത്തതിന് ശേഷം, മോശ പുരോഹിതനല്ല, പൗരോഹിത്യം എന്ന് പറയുന്ന മോശ ലേവി ഗോത്രത്തിലെ ആളാണ് പഴയ നിയമം വായിച്ചാൽ. പക്ഷേ മോശയ്ക്ക് പൗരോഹിത ആ സംവിധാനത്തിൽ ഇടപാടില്ലെന്നാണ്. അങ്ങനത്തെ ഒരു കാര്യം നിയമിക്കുവാനും അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാനും വേണ്ടി ഒരു സംവിധാനത്തിലേക്ക് മോശയെ ദൈവം കൊണ്ടുവന്നു എന്നല്ലാതെ, പൗരോഹിത്യം പിടിച്ചതിന് ശേഷം പിന്നീട് അതിനിടയിൽ കയറി മോശ സ്കറിയായിക്ക് നൽകി, അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകന്റെ അപ്പനായ സ്കറിയായിക്ക് മോശ പൗരോഹിത്യം കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ ആകപ്പാടെ തെറ്റിയെന്നറിയണം. ഇനിയും പോകട്ടെ, മോശ ലേവി കുടുംബത്തിലെ ഒരാളായതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ഒരു വേള ഒന്ന് പറയാം. പക്ഷേ രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്കറിയ യോഹന്നാന് കൊടുത്തു. വിശുദ്ധ ബൈബിൾ മലർക്കെ തുറന്നിരിക്കുമ്പോൾ തന്നെയാണ് ഈ പൊട്ടത്തരം വിളിച്ചു പറയുന്നവർക്കണം. എന്താണ്? യോഹന്നാൻ കൂറിന്റെ ക്രമപ്രകാരം അപ്പൻ ചൊല്ലിയ ആ ദൈവാലയത്തിൽ അദ്ദേഹം പോയി ശുശ്രൂഷകൾ നടത്തിയതോ പുരോഹിത ശുശ്രൂഷ നടത്തിയതോ രേഖപ്പെടുത്തിയിട്ടില്ല. ഇനിയും ഒരു മകനെ ലഭിക്കുവാനും വേണ്ടി ദീർഘവർഷങ്ങളായി കാത്തിരുന്ന ഈ പുരോഹിത കുടുംബം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് സക്കരിയാവ് എന്ന് പറഞ്ഞ പുരോഹിതന്റെ, ഞാൻ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിലെ കാര്യമാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ അപ്പനായ സക്കരിയാവ്, അദ്ദേഹത്തിന്റെ ഭാര്യ, സക്കരിയാവിന്റെ ഭാര്യ എലിസബത്തിനടി 88 വയസ്സുള്ളപ്പോഴാണ് യോഹന്നാൻ സ്നാപകനെ ഗർഭം ധരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ അപ്രോക്സിമേറ്റ് 30 വയസ്സുള്ള കാലത്താണ് യോഹന്നാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ വിളി ലഭിക്കുന്നത്. അത് നിങ്ങൾക്ക് ലൂക്കോസ് വിശേഷം 3-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗങ്ങൾ വായിച്ചാൽ കാണാം. അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒക്കെ ഉള്ള ആ വൃദ്ധ ദമ്പതികൾ സത്യം പറഞ്ഞാൽ അവരെ പ്രാർത്ഥിച്ച് എന്തിനായിരിക്കുക? പുരോഹിത കുടുംബമല്ലേ, അതുകൊണ്ട് തൻ്റെ കാലശേഷം പൗരോഹിത്യ വൃത്തി തുടർന്നു കൊണ്ടുപോകുവാനുള്ള ഒരു മകന് വേണ്ടിയായിരിക്കാം അവർ പ്രാർത്ഥിച്ചത്. എന്തായാലും യോഹന്നാന്റെ അപ്പനായ സക്കരിയാവിന്റെ നാവ് തുറന്നൊരവസരം നിങ്ങൾക്ക് ലൂക്കോസ് വിശേഷം 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ ചെല്ലുമ്പോൾ കാണാം. അവിടെ വെച്ച് അദ്ദേഹം പ്രവചിക്കുന്ന ഒരു കാര്യമുണ്ട്. നീയോ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ അത് 76-ാമത്തെ വാക്യത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊച്ചു കുഞ്ഞാണ്, ജനിച്ചു വീണ് ഏതാണ്ട് 8 ദിവസം പ്രായമുള്ള ആ കുഞ്ഞിന്റെ കാര്യമാണ് അപ്പനി പ്രവചിക്കുന്നത്. എന്നാൽ 88 വയസ്സ് അമ്മയ്ക്കുള്ളപ്പോഴാണ് യോഹന്നാൻ ഗർഭത്തിലായതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്രോക്സിമേറ്റ് 30 വയസ്സ് അവനാകുമ്പോൾ അമ്മ ഒരു വേള ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല, അപ്പനും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. എന്തായാലും പൗരോഹിത്യം എന്ന് പറയുന്ന ആ ഒരു മര്യാദയിലേക്ക് അദ്ദേഹം പോയില്ല. അദ്ദേഹത്തിന്റെ വിളി മറ്റൊന്നാണ്. ഗർഭധാരണം നടക്കുന്നതിന് മുൻപ് തന്നെ ഈ പറയുന്ന അപ്പനായ സക്കരിയ പുരോഹിതനോട് ദൂതൻ ചെന്ന് പറയുന്ന ഭാഗം ലൂക്കോസ് വിശേഷം 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രവാചകനായിട്ട് ഏലിയാവിന്റെ അതേ സ്വഭാവമുള്ള, ഏലിയാവ് രണ്ടാമത് അദ്ദേഹത്തിന്റെ ദേഹത്ത് ഏലിയാവിന്റെ ആത്മാവ് കയറിയെന്നൊന്നുമല്ല ഈ പറയുന്നത്, ഏലിയാവിന്റെ അതേ സ്വഭാവമുള്ള, ഒരു മെരുക്കവുമില്ലാത്ത രീതിയിലുള്ള, റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തി വൈശിഷ്ട്യം ആണ് അദ്ദേഹത്തിന് ഉണ്ടാവുക എന്നാണ് ദൂതൻ വന്ന് അപ്പനോട് പറയുന്നത്. എന്തായാലും ലൂക്കോസ് 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യോഹന്നാൻ മരുഭൂമിയിൽ, ഡെസേർട്ട് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായാൽ നമ്മൾ പറയുന്നു, മരുഭൂമിയിലായിരുന്നിട്ടാണ് കേൾക്കേണ്ടത് പ്രസംഗിക്കുന്നത്. യേശുവും അതുപോലെ യോഹന്നാൻ സ്നാപകനും ഒക്കെ മരുഭൂമിയിൽ പ്രസംഗിച്ചു എന്നാണ്. ഡെസേർട്ട് എന്നാണ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത്. ശരിയായിട്ട് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ തിൻലി പോപ്പുലേറ്റഡ് എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും മാത്രം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെയാണ് വലിയ യോഗങ്ങൾ നടത്തുവാനും അതുപോലെ ജനങ്ങൾക്ക് ഒരുമിച്ച് സമ്മേളിക്കുവാനും കഴിയുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് യേശുവും
യോഹന്നാനും ഒക്കെ അന്ന് വലിയ യോഗങ്ങൾ നടത്തിയത്. ഇനി യോഹന്നാൻ യേശുവിന് കൈമാറി എന്ന് പറഞ്ഞാൽ അതിലും വലിയ മണ്ടത്തരമാണ്. എന്താ കാര്യം എന്നറിയാമോ? യോഹന്നാൻ എന്ന് പറയുന്നയാൾ അദ്ദേഹം ലേവി ഗോത്രത്തിൽ പിറന്നതാണ്, ഇനി മഹരോന്യ കുടുംബത്തിലുള്ളയാളാണെന്ന് പറഞ്ഞ് പോട്ട് ചൊല്ലിയെന്ന് വേണമെങ്കിൽ സമ്മതിച്ചു കൊടുത്താൽ തന്നെ യേശു യഹൂദ ഗോത്രത്തിലാണ് ഭൂമിയിലേക്കുള്ള അവതാര ജന്മത്തിൽ വന്ന് എത്തിയത്. അങ്ങനെ വന്നാൽ യഹൂദ ഗോത്രത്തിന് മോശ വഴി ദൈവം കൊടുത്ത ആ പ്രമാണത്തിന്റെ അകത്ത് പൗരോഹിത്യം അനുവദിച്ചിട്ടില്ല. ഇനി യേശുവിന്റെ പിന്നാലെ വന്ന ആ ശിഷ്യന്മാർ എല്ലാവരും പല ഗോത്രക്കാരായിരിക്കാം. ഇനിയും ആ പല ഗോത്രക്കാരെല്ലാം കൂടി യേശുവിന് അവരുടെ പിന്നാലെ വന്ന എല്ലാവർക്കും കൂടെ അത് വിതരണം ചെയ്യുന്നതാണ്. നിങ്ങൾ പറ, ഈ പാട്ടിന്റെ അകത്തെ അർത്ഥശൂന്യത നിങ്ങൾ അല്പം കൂടെ മനസ്സിരുത്തി, നിങ്ങൾ എൻ്റെ കേൾവിക്കാരിൽ ചിലരെങ്കിലും ഈ കൗമായുടെ ഭാഗങ്ങൾ പാടുന്നവരാണെങ്കിലും നിങ്ങളെയും കുത്തുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാനല്ല പറഞ്ഞത്. സത്യം നിങ്ങൾ അറിയണം. അതുകൊണ്ടാണ് എൻ്റെ കുടുംബവും ഓർത്തഡോക്സ് കുടുംബമായിരുന്നു. അപ്പോൾ എൻ്റെ കുടുംബക്കാരൊക്കെ ഇപ്പോഴും പലരും ഓർത്തഡോക്സുകാരനാണ്, അതുപോലെ വൈദികരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, കാര്യങ്ങൾ തിരിച്ചറിയുവാനുള്ള ഒരു ആർജവം നമ്മൾക്കുണ്ടാകണം. അപ്പോൾ ഞാൻ പണ്ട് സ്വീകരിച്ചത് അതാണ് എന്നും പറഞ്ഞതുകൊണ്ട് നമ്മളങ്ങനെ പോകല്ല. പണ്ട് എൻ്റെ അപ്പൻ സൈക്കിളേ ഉള്ളായിരുന്നത് കൊണ്ട് ഞാൻ എണീച്ചാകുന്നിടം വരെ സൈക്കിളേ പോകത്തുള്ളൂ എന്ന് പറയുമോ? ഇല്ല. അതുപോലെ എൻ്റെ നാട്ടിൽ എൻ്റെ കുടുംബത്തിലാരും 10ാം ക്ലാസ്സിന് മുകളിലോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് എനിക്ക് പഠിക്കുവാൻ അവസരം കിട്ടിയാലും ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു പഠനത്തിന് പോകത്തില്ലെന്നാലും പറയും ഇല്ല. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മുൻപോട്ട് പോകുമ്പോൾ പിതാക്കന്മാരുടെ കാലത്ത് അവർക്ക് അത്ര അറിവ് ഈ ഒരു ആത്മീയ തലത്തിൽ കിട്ടിയുള്ളെങ്കിൽ, എന്നാൽ വിശുദ്ധ ബൈബിൾ നമുക്കിത് അവൈലബിൾ ആണ്. കാര്യങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി നമുക്ക് സാധ്യതകൾ കൂടുതലാണ്. ചോദിച്ചാൽ പറയാൻ ആൾക്കാരുണ്ട്. അതുപോലെ പുസ്തകങ്ങൾ അവൈലബിൾ ആണ്, ഇന്റർനെറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ തേടി കണ്ടുപിടിക്കുവാൻ കഴിയുന്ന ഒരു പ്രതലത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കാര്യങ്ങളെ നന്നായിട്ട് വസ്തുനിഷ്ഠമായിട്ട് പഠിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറത്തൊരുത്തൻ പറഞ്ഞതുകൊണ്ട് അതിനെ എതിർക്കാൻ വേണ്ടി നമ്മൾ ചാടിപ്പുറപ്പെടുന്നതിന് മുൻപ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് അറിയുവാൻ ഒരു ശ്രമം നടത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഭാഗം, പൗരോഹിത്യ ശ്രേണി പറയുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ക്രിസ്തു സഭയല്ല. കാത്തലിക്കിന്റെ ചിന്തയനുസരിച്ച് ഇപ്പോഴിരിക്കുന്ന മാർപ്പാപ്പ അവരുടെ ശ്രേണി അനുസരിച്ച് ഇപ്പോഴിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ 266ാമത്തെ മാർപ്പാപ്പയാണ്. എവിടെ തൊട്ടാ തുടങ്ങിയെന്നറിയാമോ? പത്രോസിലാണ്. യേശുവിന് ശിഷ്യനായിരുന്ന പത്രോസിലാണ് തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ അവിടെ ഒരു കാര്യം അറിയണം, യേശുവിന് ശിഷ്യനായ പത്രോസ് റോമിൽ പോയിട്ടില്ല. മാത്രമല്ല അദ്ദേഹം പുരോഹിതനായിരുന്നില്ല. ഇനി മാർപ്പാപ്പയെ അറിയാമല്ലോ, താഴെ നിന്നുള്ള ബ്രദർ, അതുപോലെ മുകളിലോട്ട് കയറി അച്ഛൻ, അതുപോലെ അതിന് മുകളിൽ ഉള്ള മോൺസിഞ്ചോറ്, പിന്നെ ബിഷപ്പ്, ആർച്ച് ബിഷപ്പ്, ഇങ്ങനെ മുകളിലോട്ട് കയറി കർദിനാളും കഴിഞ്ഞ് മുകളിലോട്ട് കയറി അതാണ് പോപ്പ് അല്ലെങ്കിൽ പാപ്പ അല്ലെങ്കിൽ മാർപ്പാപ്പയൊക്കെ എന്ന് പറയുന്നത്. ഈ ശ്രേണിയിലൊന്നും പത്രോസ് പോയിട്ടില്ല. മാത്രമല്ല പത്രോസിന് റോമിൽ സിംഹാസനം ലഭിച്ചെന്നാണ്. ചരിത്ര പഠനമനുസരിച്ച് പത്രോസ് റോമിൽ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ഒരു സിംഹാസനവും കൊടുത്തിട്ടില്ല. സാധാ ഭാഷയെ പറഞ്ഞാൽ ഒരു കൊരണ്ടിപ്പലക പോലെ അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ല. എന്നാൽ പത്രോസിന് സിംഹാസനത്തിൽ വാണരുളുന്നു എന്നൊക്കെ പറഞ്ഞാണ് അവിടുത്തെ പ്രശ്നം. ഇവിടെ കേരളത്തിലെ അറിയാമല്ലോ, യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രധാന ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ തോമസിന്റെ സിംഹാസനമാണോ അല്ലെങ്കിൽ മർത്തോമായുടെ സിംഹാസനമാണോ അതോ പത്രോസിന്റെ സിംഹാസനമാണോ? നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവരാരും ഒരു സിംഹാസനത്തിലും ഇരുന്ന് വലിയ അധ്യക്ഷന്മാരായി അന്ന് ഞങ്ങളെ എല്ലാവരും കുമ്പിട്ടോണം, വണങ്ങിക്കോണം, അതുപോലെ കൈമുത്തിക്കോണം എന്നൊന്നും പറഞ്ഞുകൊണ്ടിരുന്നവരല്ല. അവര് സുവിശേഷം പ്രചരിപ്പിച്ചു പോയവരാണ്. അവരാരും സിംഹാസനത്തിരുന്നായിട്ടൊന്നും നമ്മൾക്ക് ചരിത്രത്തിൽ ഒരു സ്ഥലത്തും കാണാൻ കഴിയുന്നില്ല. തോമസിനെ കുന്തം പറഞ്ഞു കൊന്നു, അല്ലെങ്കിൽ മർത്തോമ എന്ന് വിളിക്കുന്ന അദ്ദേഹത്തെ കുന്തം പറഞ്ഞു കൊന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല പത്രോസിനെ തലകീഴായി ക്രൂശിച്ചു എന്നാണ്. അപ്പൊ പിന്നെ ഈ പറയുന്ന ഈ ശ്രേണികൾ എവിടുന്ന് വന്നതാണ്? അതെന്താണെന്നൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകാം. ക്രിസ്തു സഭയെ ആരംഭിച്ചു. ക്രിസ്തു സഭയുടെ ആരംഭം മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അതിനെല്ലാ ചരിത്ര വസ്തുതകളും വിശദാംശങ്ങളും ഞാൻ പറയുന്നില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ക്രിസ്തു സഭയുടെ ആരംഭം മുതൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, പീഡനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയും ഒടുക്കണം. ആദ്യമായിട്ട് ക്രിസ്തു സഭയ്ക്കെതിരെ പ്രവർത്തിച്ചത് റോമൻ ഗവൺമെന്റ് അല്ല, യഹൂദരാണ്. കാര്യം, യേശുവിനോടുള്ള വൈരാഗ്യം ചെറുതല്ല. അവർ വിചാരിച്ചിട്ട്, മേലാളന്മാര് വിചാരിച്ചിട്ട്, കയ്യാഭാവും അതുപോലെ ഹന്നാസും
ജനത്തിന്റെ നായകന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യരും ധാരക്കാരും ഹരോദ്യരും എല്ലാവരും കൂടെ വിചാരിച്ചിട്ട് യേശുവിന്റെ വായടയ്ക്കാനൊത്തില്ല, യേശുവിനെ ഒതുക്കാനൊത്തില്ല, യേശുവിന്റെ ശുശ്രൂഷയെ അസ്തമിപ്പിക്കാനൊത്തില്ല. അപ്പോൾ യേശുവിനെ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക എന്നുള്ളത് അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നൊരു ചിന്തയാണ്. അതിനവസരം തേടി നടന്നു. അങ്ങനെയാണ് യേശുവിന് ശിഷ്യന്മാരിൽ ഒരുവനായി യൂദാസിനെ കയ്യിലാക്കി 30 വെള്ളിക്കാശുമൊക്കെ അവന് കൊടുത്തിട്ട് അവൻ വഴി യേശുവിനെ പിടിക്കുവാൻ ശ്രമം നടത്തി. അപ്പോൾ അവരോർത്തു യേശു അങ്ങനെ അബദ്ധത്തിൽ പിടിക്കപ്പെട്ടെന്നാണ്. പക്ഷേ മത്തായി സുവിശേഷം 16-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. അവിടെയാണ് അന്ന് മുതൽ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യപുത്രനെ യെരൂശലേമിൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിന്റെ മൂപ്പന്മാരും കൂടി അവനെ ക്രൂശിച്ചു കൊല്ലും, അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് അന്ന് മുതൽ പ്രസ്താവിച്ചു തുടങ്ങി. പീലാത്തോസ് വിധിക്കുന്ന അറിയാമല്ലോ. രക്ഷപ്പെടുത്തുവാൻ പീലാത്തോസ് ശ്രമിച്ചതാണ്. പക്ഷേ യേശുവിന് രക്ഷപ്പെടാൻ അറിയാമായിരുന്നു. എന്നാൽ യേശു രക്ഷപ്പെടാൻ വേണ്ടിയല്ല വന്നത്, അബദ്ധത്തിൽ കുരിശിൽ കയറിയതല്ല, യേശുവിനെ എങ്ങനെയോ ബ്രെയിൻ വാഷ് ചെയ്ത് അവിടെ കൊണ്ട് നിർത്തിയതല്ല. യേശുവിന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു. പക്ഷേ യേശു മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തൻ്റെ ജീവനെ ഹോമിക്കാൻ വന്നതാണ്. അങ്ങനെയുള്ള യേശു എന്തിനാണ് രക്ഷപ്പെടുന്നത്? അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ക്രൂശിലേക്ക് പോവുകയാണ്. അറിയാതെ അബദ്ധം പറ്റിപ്പോയതല്ല. ഇസ്ലാമികളുടെ ചില വിഭാഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവസാന മൊമെന്റ് അവർ പറയുന്നത് യേശുവിനെ ക്രൂശിച്ചില്ലെന്ന് 2 കഥകൾ ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന്, യേശുവിനെ ക്രൂശിച്ചില്ല, യേശുവാണെന്ന് വെച്ച് യേശു ആൾമാറാട്ടം നിർത്തി രക്ഷപ്പെട്ടു, യേശുവിനോട് രൂപസാദൃശ്യമുള്ള ഒരുത്തിനെ പിടിച്ച് ക്രൂശിച്ചെന്നാണ്. മറ്റൊരെണ്ണം പറയുന്നത് യേശു ക്രൂശിൽ മയങ്ങിക്കിടക്കുകയായിരുന്നാണ്. എന്നിട്ട് യേശു ആ മരുന്നിന്റെ കുഴമ്പെല്ലാം കൂടെ പുരട്ടിയപ്പോൾ യേശു അതിൽ നിന്ന് സൗഖ്യമുണ്ടായി ഇന്ത്യയിലേക്ക് പലായനം ചെയ്തെന്നാണ്. ഇതെല്ലാം കള്ളക്കഥകളാണെന്നറിയണം. ഇതൊന്നും സത്യമല്ല. അപ്പോൾ ശ്രദ്ധിക്കണം, യേശു ക്രിസ്തു എന്ന് പറയുന്നത് രക്ഷപ്പെടാൻ വേണ്ടി രക്ഷപ്പെടൽ തന്ത്രം എസ്കേപ്പിസവുമായിട്ട് വന്ന ആളല്ല. യേശു ക്രിസ്തു ദൈവത്തിന്റെ ഹിതപ്രകാരം ഈ ഭൂമിയിലേക്ക് തന്റെ മഹാദൗത്യം എന്ന് പറഞ്ഞ് രോഗികളെ സൗഖ്യമാക്കുകയോ ഭൂതങ്ങളെ പുറത്താക്കുകയോ അത്ഭുതങ്ങൾ നടത്തുകയോ ചെയ്യുകയല്ല. നൂറ്റാണ്ടുകളായി മനുഷ്യൻ രക്ഷപ്പെടുവാൻ കഴിയാതെ അവർ കോടിക്കണക്കിന് ഗ്യാലൻ രക്തം മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്നും പറഞ്ഞുകൊണ്ട് പഴയ നിയമത്തിലെ വ്യവസ്ഥ അനുസരിച്ച് യാഗാദി കർമ്മങ്ങൾ കൂടി ദൈവസന്നിധിയിൽ അർപ്പിച്ചു. പക്ഷെ അതിനൊന്നും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം കൊടുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് മാനവരാശിയുടെ പാപത്തിന്റെ പരിത്യക്തിക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുവാൻ, തൻ്റെ ചോര കൊടുത്ത് അവരെ പിതാവാം ദൈവത്തിന് വേണ്ടി വിലക്കി വാങ്ങുവാനും വേണ്ടി അവതാരജനം നടത്തിയ ആളാണ് യേശു. അപ്പോൾ ആ യേശുവിന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ലെന്നുള്ളതാണ്. അപ്പോൾ ഓർക്കുക, യേശു ക്രിസ്തു പിന്നെ അവർ കൊന്നു. പക്ഷേ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. പിന്നീട് ശിഷ്യന്മാരെ പിടിക്കുവാനുള്ള ശ്രമം നടത്തും. നിങ്ങൾക്ക് വിശുദ്ധ ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തികൾ വായിച്ചാൽ അറിയാമല്ലോ, അവിടെ കൊടിയ പീഡനങ്ങൾ കാണുന്നുണ്ട്. ക്രൈസ്തവ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് സ്തെഫാനോസാണ്. അപ്പോൾ ഇങ്ങനെ അവരെ ഒടുക്കുവാൻ ശ്രമം നടത്തി. അപ്പോൾ നിരോധിത മതമായി മുൻപോട്ട് പോയിരുന്ന ആ കാലം, റോമ ഗവൺമെന്റ് അവരെ എതിർക്കുവാനുള്ള കാര്യമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. കാര്യം നമുക്ക് ഈ ചെറിയ വീഡിയോയ്ക്കകത്ത് എല്ലാം കൂടെ പറഞ്ഞ് നിർത്തുവാനൊക്കെ ഇല്ല. എന്തായാലും ഈ പറയുന്ന ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് അത് നിരോധിത മതമായിട്ട് മുൻപോട്ട് നീങ്ങുകയാണ്. ആ സമയത്താണ് AD 312 റോമിന്റെ സീസറായിരുന്ന കുസ്തന്തീനോസ് എന്ന് സാധാരണ വിളിക്കുന്ന, അല്ലെങ്കിൽ കുസ്തന്തീനോസ് ദ ഗ്രേറ്റ് എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ഫുൾ നെയിം എന്ന് പറയുന്നത് ഫ്ലേവിയസ് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന അദ്ദേഹം മെലുവാൻ പാലത്തിൽ ഒരു യുദ്ധത്തിന് പോയി. ആ യുദ്ധത്തിൽ പോയപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു ദർശനം കണ്ടു, കുരിശിന്റെ ഒരു ദർശനം കണ്ടു, ഒരു ശബ്ദവും കേട്ടു എന്നാണ്. നിന്റെ സൈന്യങ്ങളുടെ കൊടിയടയാളങ്ങൾ അഴിച്ചു മാറ്റി അവിടെ കുരിശിന്റെ ചിഹ്നം പിടിപ്പിച്ചാൽ യുദ്ധത്തിൽ ജയിക്കും. എന്തായാലും വസ്തുത എന്താണെന്ന് നമുക്കറിയില്ല. അദ്ദേഹം ആ സൈന്യങ്ങളുടെ കൊടിയടയാളങ്ങൾ അഴിച്ചു മാറ്റി അദ്ദേഹം കുരിശിന്റെ ചിഹ്നം അവിടെ പിടിപ്പിച്ചു. അങ്ങനെ ആ യുദ്ധത്തിൽ ജയിച്ചു. അങ്ങനെ ക്രിസ്തുവിനെ അറിയാത്ത ആ മനുഷ്യൻ, ക്രിസ്തുവാരെന്നറിയില്ല ആ മനുഷ്യൻ, എന്തായാലും ക്രിസ്ത്യാനിയായി. അങ്ങനെ നിരോധിത മതമായി ക്രിസ്ത്യാനിത്വം രാജമതമായി.
അങ്ങനെ നിരോധിത മതമായ ക്രിസ്ത്യാനിത്തെ രാജമതമായപ്പോൾ തല്ല് കിട്ടാതിരിക്കാനും ചവിട്ട് കിട്ടാതിരിക്കാനും ഉപദ്രവം കിട്ടാതിരിക്കാനും വേണ്ടി അന്ന് പലരും ഈ മനുഷ്യൻ പറഞ്ഞ ഈ വിഭാഗത്തിലേക്ക് ചേക്കേറി. അദ്ദേഹം ഈ ക്രിസ്ത്യാനിയായപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ചാണ് AD 325 നിക്കിയ സുനഹദോസ് അല്ലെങ്കിൽ നീഷ്യൻ കൗൺസിൽ നടക്കുന്നത്. എന്തായാലും അദ്ദേഹം അവസാനം വരെ അദ്ദേഹം സ്നാനമേറ്റില്ല എന്നുള്ളതാണ് എൻ്റെ കേൾവിക്കാർ അറിയേണ്ടത്. അപ്പോൾ അദ്ദേഹം ഇവിടെ ക്രിസ്ത്യാനിയായിട്ട് വന്നപ്പോൾ ഇവിടെ ഒരു രസമില്ല. എന്നറിയാമോ? റോമാക്കാരുടെയും ഗ്രീക്കുകാരുടെയും ആയിരക്കണക്കിന് ദേവീദേവന്മാരെ ആരാധിച്ചു വന്നിരുന്ന അദ്ദേഹത്തിന് ഇവിടെ വന്നപ്പോൾ ആകെപ്പാട് ഒരു യേശുവുണ്ട്. ഒരു സുഖവും ഇല്ല. ഇവിടെ ഒരു പെരുന്നാളില്ല, ഉത്സവമില്ല, ഇങ്ങനത്തെ യാതൊരു കൊട്ടും മേളങ്ങളുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ആകെപ്പാട് ഒരു ബുദ്ധിമുട്ട്. ഇവിടെ അദ്ദേഹം അങ്ങനെ ചെയ്തത് ഈ പറയുന്ന അവരുടെ പുരോഹിത വിഭാഗം അറിയാമല്ലോ, പുരോഹിത വിഭാഗത്തെ നിങ്ങൾക്കറിയാമല്ലോ. ഈ റോമിലിരിക്കുന്ന സീസർ എന്ന് പറയുന്ന അല്ലെങ്കിൽ കൈസർ ആണ്, പൊന്തിഫാക്സ് മാക്സിമം ആണ്, അല്ലെങ്കിൽ മഹാപുരോഹിതനാണ് അദ്ദേഹം. അപ്പോൾ ആ ഒരു തസ്തികയിലേക്ക് ആണ് പിന്നീട് പോപ്പെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പറയുന്ന വിഭാഗത്തെ പറഞ്ഞ. ഇനി പോപ്പ് മാത്രമല്ല, ഇവിടെയുള്ള കാതോലിക്ക ബാബ അങ്ങനെ തുടങ്ങി, അതുപോലെ പാത്രിക്സ് ബാബ എന്നൊക്കെ പറയുന്ന ഈ വിഭാഗങ്ങളൊക്കെ ഏതാണ്ട് അർത്ഥത്തിലൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ക്രിസ്ത്യാനിത്വത്തിൽ പുരോഹിത വിഭാഗമില്ല, മഹാപുരോഹിതനില്ല. അപ്പൊ എനിക്ക് ഒരു ചോദ്യം ഇതിനിടെ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലെ ആ പൗരോഹിത്യം പിന്തുടരുന്നു എന്ന് ആണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ പുരോഹിതന്മാരെല്ലാവരും ലേവി ഗോത്രക്കാരാണോ? 2, ലേവി ഗോത്രത്തിലായ മാത്രം പോരാ, അവര് അഹരോന്റെ കുടുംബത്തിലുള്ളവരാകണം. നിങ്ങളെല്ലാം അതാണോ? ഇതൊന്നും അല്ല എന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, പഴയ നിയമം ശ്രദ്ധിച്ചാൽ പുരോഹിതനുണ്ട്, പിന്നെ ഇടയ്ക്കൊന്നുമില്ല, പിന്നെ മഹാപുരോഹിതനേ ഉള്ളൂ. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? ഇപ്പൊ തന്നെ ഓർത്തഡോക്സ് പാത്രിക്കസ് വിഭാഗത്തിന്റെ കാര്യങ്ങൾ എടുത്താൽ അവിടെ ഷമ്മാശനുണ്ട്, അതുപോലെ അച്ഛനുണ്ട്, പിന്നെ കശീശയുണ്ട്, പിന്നെ ഉള്ളത് മെത്രാനുണ്ട്, പിന്നെ ബാവയുണ്ട്. അപ്പൊ ഇതിനിടയിലുള്ളൊക്കെ ആരാണ്? പുരോഹിതന്റെ ഇടയിലുള്ളത് ആരാണ്? അപ്പം അങ്ങനത്തെ ഒരു പരിപാടി മഹാപുരോഹിതനെ കഴിഞ്ഞ പുരോഹിതൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം വെച്ചുകെട്ടുകളും തന്ത്രങ്ങളുമാണെന്നാണ് നാം അറിയേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. കാത്തലിക് വിഭാഗത്തിൽ റോമിൽ നിന്ന് പ്രത്യേകം അനുമതി കിട്ടിയിട്ട് മാത്രമേ ഒരു പള്ളിക്ക് ബസിലിക്ക എന്ന് പേരിടാൻ ഒക്കൂ. കേരളത്തിലെ 3 പള്ളികൾ ബസിലിക്ക പദവിയുണ്ട്. അപ്പൊ എല്ലാവരും വിചാരിച്ച് വലിയ പള്ളി എന്നാണ് വിചാരിച്ചത്. പക്ഷെ റോമിലെ ദേവന്റെ ക്ഷേത്രത്തിന്റെ പേരാണ് ബസിലിക്ക. അതാ ഞാൻ പറഞ്ഞത്, പലതും പെയിന്റ് അടിച്ച് പേര് മാറ്റി വന്നതാണ്. ഇതും ക്രിസ്തുവുമായിട്ടും ക്രിസ്തീയ സഭയുമായിട്ടും ബന്ധമില്ലാത്ത സംവിധാനങ്ങളാണ്. ഇനിയും ശ്രദ്ധിക്കണം, രാജാവ് ഇവിടെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഫ്ലേവിയസ് കോൺസ്റ്റൈൻ എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെ വന്നപ്പം അദ്ദേഹത്തിന് ഒരു രസവുമില്ല. അങ്ങനെയാണ് അദ്ദേഹം ആരാധിച്ചുകൊണ്ടിരുന്ന ദേവീദേവന്മാരെ പേര് മാറ്റി പെയിന്റ് അടിച്ച് മാറ്റി ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെയാണ് സെമറാമീസിനെയും അവളുടെ മകനായ തമ്മൂസിനെയും മറിയവും അതുപോലെ യേശുവുമായിട്ട് പേര് മാറ്റി ഇവിടെ കൊണ്ടുവന്നു. ഇങ്ങനെ ആണ് പുണ്യാളന്മാരും പുണ്യവതികളും ഒക്കെ ഇവിടെ വന്നത്. പിന്നെയാണ് റാസയും അതുപോലെ പള്ളികളുടെ ശൈലിയും എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിന്റെ മോഡലിൽ ഉണ്ടാക്കി വെച്ച ആ സാധനമൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അത് കാലാകാലങ്ങളായിട്ട് ദേശസാൽക്കരിച്ച് അതനുസരിച്ച് വ്യത്യാസങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഉണ്ടായി എന്നുള്ള സത്യമാണ്. പക്ഷെ വന്ന വഴിയാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെയാണ് പുരോഹിത വർഗങ്ങളെയും ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ തല്ല് കിട്ടാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പീഡനങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പലരും അംഗീകരിച്ചുള്ള സത്യമാണ്. അങ്ങനെ ക്രൈസ്തവ സഭ മലീമസപ്പെട്ടു എന്നുള്ളതാണ് നാം അറിയേണ്ടത്. ക്രൈസ്തവ സഭയിൽ ഇല്ലാത്ത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ അനാചാരങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അങ്ങനെ ക്രൈസ്തവ സഭ മലീമസപ്പെട്ടു. ഇനിയും ശ്രദ്ധിക്കണം, സ്നാനം എന്ന് പറയുന്നത് തളിക്കലല്ല, അത് വിശ്വാസ സ്നാനമാണ്. എൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നു, ഹൂദായ കാനൂൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അത് ഓർത്തഡോക്സ് സഭയ്ക്കും പാത്രിക സഭയ്ക്കുമുണ്ട്. നിങ്ങളുടെ കയ്യിൽ കേൾവിക്കാരുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ അത് തുറന്നു വായിക്കണം. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസ പ്രമാണമാണ്. എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അതിന്റെ 55-ാമത്തെ പേജിലാണ് കൊടുത്തിരിക്കുന്നത് സ്നാനത്തെക്കുറിച്ച്. മാമോദീസ എന്ന വാക്കിന്റെ അർത്ഥം മുങ്ങൽ, മുഴുകൽ, നിമജ്ഞനം എന്നാണ്, തളിക്കൽ എന്നല്ല.
സ്നാനം അല്ലെങ്കിൽ ബാപ്റ്റിസം, ബാപ്റ്റിസോ, ബാപ്റ്റിസ്മ എന്നൊക്കെ പറയുന്ന അതാണ്. അപ്പോൾ അതിന് മുങ്ങുകയാണ്, അല്ല തളിക്കുകയല്ല. അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്നാനം ഏൽക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ 3 വർഷം വിശ്വാസം പഠിക്കണം. എങ്കിലും ഒരാളുടെ വിശ്വാസത്തിന്റെ തീവ്രത അനുസരിച്ച് വർഷം കണക്കാക്കേണ്ടതില്ല. 2, സ്നാനപ്പെടുവാനുള്ള സ്നാപനാർത്ഥി സ്നാനപ്പെടുവാനുള്ള മുറിയിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ആ കുളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുൻപ് വിശ്വാസം ഏറ്റുപറയണം. 3, സ്നാനപ്പെടുവാനുള്ളവർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവരുടെ സകല ആഭരണങ്ങളും അഴിച്ചു വെച്ച് മുടി അഴിച്ചിട്ട് മുങ്ങി സ്നാനപ്പെടണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണോ ശിശുസ്നാനത്തിൽ നടക്കുന്നത്? അല്ലല്ലോ. ഇനിയും ശ്രദ്ധിക്കണം. ഡോക്ടർ ഗീവറീസ് മറസ്താത്യോസ് എഴുതിയ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ പുസ്തകത്തിൽ, എന്റെ ഓർമ്മ ശരിക്കും 138 പേജിലാണ്. അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നത്, പഴയ കാലത്ത് ശിശുസ്നാനം നടന്നിരുന്നില്ല, അല്ലെങ്കിൽ ശിശുക്കളെ സ്നാനപ്പെടുത്തിയിരുന്നില്ല. അന്ന് മുടുകൽ സ്നാനമാണ് നടന്നിരുന്നത്. എന്നാൽ നൂറ്റാണ്ടുകൾ മുൻപോട്ട് പോയപ്പോൾ അവിടെ ശിശുക്കൾ വളർന്നു വരുമ്പോൾ വിശ്വാസം, കാര്യം ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്നത് കൊണ്ട് ശിശുക്കൾ വിശ്വാസത്തിൽ തുടരുമോ വളർന്നു വന്നാലും സംശയിച്ച് അവരെ തളിച്ച് സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നു. പഴയകാലത്ത് കുളങ്ങളിലും നദികളിലും സ്നാനപ്പെടുത്തിയിരുന്നാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ തളിച്ച് സ്നാനപ്പെടുത്തുന്ന ശിശു സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത്, ക്രിസ്തുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുവാൻ വേണ്ടിയാണ് സ്നാനം. എന്നാൽ ശിശു സ്നാനത്തിൽ അത് സംഭവിക്കുന്നില്ല എന്ന് തന്നെ അദ്ദേഹം കുറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പോകൂ എന്ന് പറയുന്ന ആ ഒരു രീതി ശരിയല്ലല്ലോ. കാര്യങ്ങൾ പറയുകയും അത് വ്യാഖ്യാനിക്കുകയും തെറ്റിനെ വിരൽ ചൂണ്ടുകയും ചെയ്തിട്ട് പിന്നീടും ഞാനത് കാണിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ ആ നടപടികൾ ചെയ്യും എന്ന് പറയുമ്പോൾ അത് നമ്മൾ കാണിക്കുന്നത് ഒരു നല്ല സ്വഭാവമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ആരെയും വിമർശിക്കുകയല്ല, നിങ്ങൾ സത്യം തിരിച്ചറിയണം. പലർക്കും ഈ സത്യം അറിയാം, എങ്കിലും വളരെ ആർജവത്തോടെ ഇതനുസരിച്ച് വെളിയിലേക്ക് വരുവാൻ വേണ്ടി കഴിയുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അത് എന്താണെന്ന് പറഞ്ഞാൽ അതിന് സാത്താൻ അനുവദിക്കുന്നില്ലെന്നുള്ളതാണ്. ഞാനോ എൻ്റെ കുടുംബമോ ഒക്കെ ഈ പെന്തക്കോസ് എന്ന് നിങ്ങൾ പറയുന്ന ആ വിഭാഗത്തിലേക്ക് വന്ന സത്യം അറിഞ്ഞത് ഞങ്ങളുടെ മിടുക്കുകൊണ്ടല്ല, ഞങ്ങളോട് ദൈവം കരുണ കാണിച്ചതാണ്. അല്ലാതെ നിങ്ങളെക്കാട്ടും വലിയ മിടുക്കരായതുകൊണ്ടോ ഭയങ്കര ജ്ഞാനികളായതുകൊണ്ടോ വേദശാസ്ത്രികളായതുകൊണ്ടൊന്നുമല്ല. ദൈവം ഞങ്ങളോട് കരുണ കാണിച്ചതാണ്. ഇന്നും എൻ്റെ കേൾവിക്കാരോടും അതുപോലെ എൻ്റെ കുടുംബത്തിലുള്ളവരോടും എൻ്റെ ചുറ്റുപാടുള്ളവരോടും എന്നെ അറിയുന്നവരോടും എന്നെ അറിയാത്തവരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, വിശുദ്ധ ബൈബിളിലേക്ക് നിങ്ങൾ തിരിഞ്ഞ് വിശുദ്ധ ബൈബിൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്, ഈ കെട്ടിടമാണ് സഭ. പക്ഷെ വിശുദ്ധ ബൈബിൾ പറയുന്നത് അതല്ല സഭ. ഇന്ന് പള്ളിമതങ്ങൾ അല്ലെങ്കിൽ പൗരോഹിത്യ മതങ്ങൾ പഠിപ്പിക്കുന്നത് ഈ പള്ളിക്കെട്ടിടമാണ് സഭ. അല്ല, അങ്ങനെ ബൈബിൾ പറയുന്നില്ല. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് പത്രോസിൻ ലേഖനത്തിൽ വായിക്കുന്നത്, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള ഗ്രഹം എന്ന പോലെ ആത്മീയ ഗ്രഹമായിട്ട് പണിയപ്പെടുന്നു എന്നാണ്. അപ്പോൾ അല്ലാതെ ഇവിടെയുള്ള കല്ല് വെച്ചും കട്ട വെച്ചും അതുപോലെ തടി വെച്ചും ഇരുമ്പ് വെച്ചോ മറ്റു മറ്റീരിയൽസ് കൊണ്ടോ ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു ഭൗതിക കെട്ടിടമാണ് സഭ എന്നല്ല ബൈബിൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാകത്തക്ക നിലയിലാണ് ഇവിടുത്തെ പൗരോഹിത്യ വിഭാഗങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചിട്ടുള്ളത്. അല്ല. അപ്പോൾ ശ്രദ്ധിക്കണം, സഭ എന്ന് പറയുന്നത്, അപ്പോൾ പെന്തക്കോസുകാരെ കുറിച്ച് അല്ലെങ്കിൽ അതുപോലെയുള്ള സുവിശേഷ വിവിധ സഭകളെ കുറിച്ച് ഒരു ചിന്ത, ഇവർ ചുമ്മാ ഒരു ഹോളിൻ്റെ അകത്ത് ഏതാണ്ടൊക്കെ കാണിക്കുകയാണ്. അവർക്ക് ആരാധിക്കാൻ വേണ്ടി അവർക്ക് അവിടെ ത്രോണോസ് ഇല്ല, തിരിയില്ല, കൊടിയില്ല, കൊടിക്കൂറയില്ല, തൂക്കുവിളക്കില്ല, അതുപോലെ വെഞ്ചാമരമില്ല, ആലവട്ടമില്ല, പിന്നെ എന്തോന്ന് സഭ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, പുതിയ നിയമം നിങ്ങൾ ശ്രദ്ധിക്കണം. പുതിയ നിയമത്തിൽ എവിടെയാണ് ഇതെല്ലാം ഉണ്ടായത്? ഏതെങ്കിലും ഒരു സ്ഥലത്ത്, എൻ്റെ കേൾവിക്കാരോട് ഞാൻ ചോദിക്കുന്നു, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പുതിയ നിയമത്തിൽ ഈ വിധമായ വേഷം കെട്ടുകളും ഈ വിധമായ എല്ലാ അലങ്കാരങ്ങളും നിർമ്മിച്ചതാണ് സഭയെന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ലെന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് എൻ്റെ കേൾവിക്കാരോട് പറയുന്നു, സത്യം നിങ്ങൾ അറിയണം. സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അല്ലാതെ കണ്ണടച്ചിരുട്ടാക്കി എൻ്റെ അപ്പൻ അവിടെയാണ് കുഴിച്ചിട്ടത്, അപ്പനെ കുഴിച്ചിട്ടത്, അതുകൊണ്ട് ഞാനും അവിടെ കിടക്കത്തുള്ളൂ എന്നും പറഞ്ഞുള്ള ആഗ്രഹത്തിൽ നിന്നിട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. നിങ്ങൾ സത്യം അറിയണം. എന്തിനാണ് ഒരാൾ ഈ വിശ്വാസ മാർഗം സ്വീകരിക്കുന്നത്? അത് എന്തുമാകട്ടെ, നരകത്തിൽ പോകാനാണോ? അല്ലല്ലോ, ഒരാൾ സ്വർഗത്തിൽ പോകാനല്ലേ. അപ്പൊ പിന്നെ കാര്യങ്ങൾ അറിയണം എന്നുള്ളത് അത് നമ്മുടെ കടമയാണ്.
നമ്മൾ കാര്യം അറിഞ്ഞിട്ടും പിന്തിരിഞ്ഞു നിന്നാൽ പിന്നെ നമ്മൾക്ക് അതിന് രക്ഷയില്ല എന്നുള്ളതാണ് നാം അറിയേണ്ടത്. അപ്പോൾ സഭ എന്ന് പറയുന്ന പല കോലത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോഴും, ഞാൻ എല്ലാ സഭകളുടെയും പേരെടുത്ത് പറയുന്നില്ല, ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ അറിയേണ്ട കാര്യം, ഇങ്ങനെയുള്ള പല ചട്ടക്കൂടുകൾ ഉണ്ടാക്കി ജനങ്ങളെ അതിൻ്റെ അകത്ത് അടച്ചിട്ട് ഇതാണ് സഭ എന്ന് അവരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാക്കിയെടുത്ത് രക്ഷപ്പെടുക എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല. ഞാൻ നമ്മളുടെ ഇന്ത്യയിലേക്ക് വരാം. നിങ്ങൾ ചിലർക്കെങ്കിലും ഇന്ത്യൻ ക്രിസ്ത്യാനിത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ ചർച്ച് ഹിസ്റ്ററി അറിയാവുന്നവരായിരിക്കാം. ഞാനതിൻ്റെ എല്ലാ ഭാഗങ്ങളും പറയാൻ തുടങ്ങുകയല്ല. ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ കണ്ണം തുറക്കുവാനും അതുപോലെ നിങ്ങൾക്ക് കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാനും വേണ്ടി ഞാൻ വരികയാണ്. യേശുവിന്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞത്, നിങ്ങൾ ഭൂലോകം മുഴുവൻ പോകണം. നിങ്ങളെല്ലാം കൂടെ ഇവിടെ കൂടിയിരിക്കണമെന്നല്ല പറഞ്ഞത്, നിങ്ങളെല്ലാം കൂടെ ഭൂലോകം മുഴുവൻ പോകണം. അതാണ് യേശുവിന്റെ ഗ്രേറ്റ് കമ്മീഷനിൽ അല്ലെങ്കിൽ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 19 വാക്യങ്ങൾ വായിക്കുന്നത്, നിങ്ങൾ ഭൂലോകം മുഴുവൻ പോകണം, സുവിശേഷം പറയണം. ഞാൻ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ നിങ്ങൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾ പഠിപ്പിക്കണമെന്നല്ല. ഞാൻ എന്തൊക്കെയാണോ നിങ്ങളെ പഠിപ്പിച്ചത് അതൊക്കെ ജനങ്ങളെ പഠിപ്പിച്ച് ഉപദേശിച്ച് അവരെ ശിഷ്യരാക്കി പിതാവിന്റെ നാമത്തിലും പുത്രന്റെ നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലും നിങ്ങൾ അവരെ സ്നാപനം കഴിപ്പിക്കണം. ഞാൻ യുഗത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് ഉണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇത് ഞാൻ ഒന്ന് പരാമർശിച്ചു പോയതാണ്. എന്നാൽ യേശുവിന്റെ അന്ത്യ ദൗത്യം എന്ന് പറയുന്നതാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. അവിടെയും യേശു പറഞ്ഞത്, നിങ്ങൾ ഭൂലോകം മുഴുവൻ, യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമറിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുമെന്നാണ്. അപ്പോൾ ഇത് പ്രചരിപ്പിക്കുക എന്നുള്ളത് ദൗത്യമാണ്. അപ്പോൾ യേശുവിന്റെ ആ ആലോചന കേട്ടിട്ട് യേശു പറഞ്ഞു, നിങ്ങൾ ചുമ്മാ പോകരുത്, നടക്കില്ല. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം ആയ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കാതെ നിങ്ങൾ യെരൂശലേം വിട്ട് വാങ്ങിപ്പോകരുത് എന്ന് പറഞ്ഞ് അവർ കാത്തിരുന്നു. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമുള്ള 10-ാമത്തെ ദിവസം, അല്ലെങ്കിൽ യഹൂദന്മാരുടെ പെന്തക്കോസ്ത് നാൾ എന്ന് പറയുന്ന അന്ന് ആണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ക്രൈസ്തവ സഭ ഉദ്ഘാടനം ചെയ്തത്. ഞാൻ അത് കഴിഞ്ഞ ദിവസം ഇറക്കിയ ഒരു വീഡിയോയിൽ ഞാനത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും അങ്ങനെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർക്ക് സാക്ഷികളാകുവാനുള്ള ഒരു പ്രചോദനം ലഭിച്ചു, ഒരു ഇൻസ്പിറേഷൻ ലഭിച്ചു. അവർക്ക് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് ലഭിച്ചു. അവർക്ക് ഒരു സപ്പോർട്ട് പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടി. അങ്ങനെയാണ് അവർ സാക്ഷികളാകുന്നത്. അപ്പോൾ ക്രിസ്ത്യാനിത്വം തുടങ്ങിയ അവസരം മുതൽ വലിയ കൊടിയ പീഡകൾ ഉണ്ടായി. എല്ലാവരും ഇതിനെ അക്സെപ്റ്റ് ചെയ്തു എന്നല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. പക്ഷേ അവർക്ക് ലഭിച്ച ദൗത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി പറയണമെന്നാണ്. അപ്പോൾ പോയി പറയണമെന്ന് തങ്ങളുടെ നാഥനും ഗുരുവുമായ യേശു ക്രിസ്തുവാണ് പറഞ്ഞത്. അതുകൊണ്ട് അതനുസരിക്കേണ്ട ജോലി അവർക്കാണ്. മാത്രമല്ല പരിശുദ്ധാത്മാവ് അവർക്ക് അതിനുവേണ്ടി അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതുപോലെ അവർക്ക് കൂടിരിക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇന്ത്യ സഭാചരിത്രം പഠിച്ചാൽ തോമാസ് ലീഹ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ദിദിമോസ് എന്ന് മറുപേരുള്ള ആ മനുഷ്യൻ, അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നുവെന്നാണ്. ഏതാണ്ട് ചരിത്രമനുസരിച്ച് AD 45 തോമസ് വടക്കേന്ത്യയിൽ വന്നു. വടക്കേന്ത്യയിൽ വന്നിട്ട് അദ്ദേഹം തിരികെ യെരൂശലേമിലേക്ക് പോയി, അല്ലെങ്കിൽ പലസ്തീനിലേക്ക് പോയി. അദ്ദേഹം വീണ്ടും AD 52 കേരളത്തിൽ എത്തി. അതുപോലെ സുവിശേഷം പ്രസംഗിച്ചു. AD 72 ഐതിഹ്യം അനുസരിച്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ ചർച്ച് ഹിസ്റ്ററിയിലെ ഐതിഹ്യം അനുസരിച്ച് അദ്ദേഹം മൈലാപ്പൂരിൽ വെച്ച് കുന്തമേറ് കൊണ്ട് മരിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, തോമസ് ലീഹയ്ക്ക് ഇവിടെ വരുവാൻ കഴിയുമായിരുന്നോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. AD 52 തോമസ് ലീഹ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മസൂറി അല്ലെങ്കിൽ മുസിരിസ് എന്ന് വിളിക്കുന്ന ആ തുറമുഖത്ത് വന്നിറങ്ങിയെന്നാണ്. നിങ്ങൾക്ക് ചരിത്രം, നമ്മുടെ കേരള ചരിത്രവും കൂടെ അറിയാമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകും. ഇവിടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് ഉണ്ടായിരുന്ന തുറമുഖം, വളരെ പ്രസിദ്ധമായ തുറമുഖമായിരുന്നു മസൂറി അല്ലെങ്കിൽ മുസിരിസ് എന്ന് പറയുന്നത്. അത് അവസാനിച്ചതോടുകൂടിയാണ് കൊച്ചി തുറമുഖം പ്രബലമാകുന്നത്. കൊച്ചി തുറമുഖം പ്രബലമായി കുറെ കഴിഞ്ഞപ്പോഴാണ് വല്ലാർപാടം ടെർമിനൽ ഉണ്ടാകുന്നത്. വല്ലാർപാടം ടെർമിനൽ ഇപ്പോൾ പുരോഗമിച്ച് നിൽക്കുന്ന സമയത്താണ് വിഴിഞ്ഞം ആ തുറമുഖത്തേക്ക് വരുന്നത്. അപ്പോൾ ആലപ്പുഴ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഒരെണ്ണം വലുതാകുമ്പോൾ മറ്റേത് അവസാനിച്ചു പോവുക എന്നുള്ളത് എന്തുകൊണ്ടോ അങ്ങനെയാണ് കേരളത്തിൽ ഈ അഴിമുഖങ്ങളുടെ അല്ലെങ്കിൽ തുറമുഖങ്ങളുടെ പഠനങ്ങൾ നമ്മളെ കാണിക്കുന്നത്.
അപ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു തുറമുഖം ഇന്ന് കൊടുങ്ങല്ലൂരിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ആ സ്ഥലത്ത് ഇപ്പോഴും കപ്പൽച്ചാല് അല്ലെങ്കിൽ മർത്തോമ, അഴീക്കോട് എന്നൊക്കെയാണ് വിളിക്കുന്നത്. നിങ്ങൾ ചിലരെങ്കിലും അവിടെ പോയി കണ്ടിട്ടുണ്ടാകാം എന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ കേരള ചരിത്രം അനുസരിച്ച് 1341 പെരിയാറ്റിൽ ഒരു വെള്ളപ്പൊക്കമുണ്ടായി. അങ്ങനെ വെള്ളപ്പൊക്കമുണ്ടായി, അങ്ങനെ എക്കൽ വന്ന് അഴിമുഖം അടഞ്ഞുപോയി, അല്ലെങ്കിൽ ആ പോർട്ട് അടഞ്ഞുപോയെന്നാണ്. അതിന്റെ അർത്ഥം അവിടെ ഒരു പോർട്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല അവിടെ തോമസ് ലിഹയ്ക്ക് വരുവാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ്. ഇനിയും ഇക്കാലത്ത് ഞാൻ ഈ പറയുമ്പോൾ അല്പം കൂടെ നിങ്ങൾക്ക് കാര്യം വ്യക്തമാകും. ഡോക്ടർ കെ എം ചെറിയാന്റെ നേതൃത്വത്തിൽ അവിടെ പട്ടണഖനനം എന്ന പേരിൽ, അല്ലെങ്കിൽ മുസിരിസ് ഖനനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാലത്ത് നമ്മുടെ വലിയ എക്സ്പേർട്സിനെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ട്രീറ്റി, അതുപോലെ ഇൻഡസ്ട്രികളുടെ അവശിഷ്ടങ്ങൾ, ഇതൊക്കെ അവിടുന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതുപോലെ പഴയ മുദ്രിതങ്ങൾ, ഇതൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സംഭവം ഇതാണ്, അങ്ങനത്തെ ഒരു പോർട്ട് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ക്രിസ്ത്യാനികളെല്ലാം കൂടെ അടിച്ചിറക്കുന്ന ഒരു കള്ളക്കഥയല്ല, ഇത് ചരിത്രമാണ് ഈ പറയുന്നത്. അപ്പൊ തോമസ് ലീഹ അവിടെ വരാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തോമസ് ലീഹയുടെ കാര്യം മാത്രമാണ് പറഞ്ഞു പോകുന്നത് ഇപ്പോൾ. അപ്പൊ വിശുദ്ധ തോമസിന്റെ അല്ലെങ്കിൽ തോമസ് അപ്പോസ്തലന്റെ പ്രവർത്തന സ്ഥലം ഏതായിരുന്നു എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്നാൽ പൊതുവിൽ വേദശാസ്ത്രിമാർ എല്ലാവരും അഭിപ്രായപ്പെടുന്നത് തോമസ് എന്ന് പറയുന്ന അപ്പോസ്തലന്റെ പ്രവർത്തന സ്ഥലം എന്ന് പറയുന്നത് പൗരസ്ത്യദേശം അല്ലെങ്കിൽ ഈസ്റ്റേൺ പ്ലേസസ് ആണ്, അല്ലെങ്കിൽ ഓറിയന്റൽ സ്ഥലങ്ങളാണ്, കിഴക്കിന്റെ സ്ഥലങ്ങളാണ്, അവിടെയാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നാൽ അതിൻ്റെ അകത്ത് ഒരു ആശയ പെശക് വന്നിട്ടുണ്ട്. AD 4-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്ത് ജീവിച്ചിരുന്ന അംബ്രേസ്, ഗ്രിഗറി, എഫ്രൈം, ജെറോം തുടങ്ങിയവരൊക്കെ പറയുന്നത് തോമസ് അപ്പോസ്തലന്റെ സുവിശേഷ പ്രവർത്തന സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യ ആയിരുന്നു എന്നാണ്. എന്നാൽ AD 4-ാം നൂറ്റാണ്ടിന് മുൻപ് ഉണ്ടായ സഭാപിതാക്കന്മാർ അഭിപ്രായത്തിൽ തോമസ് അപ്പോസ്തലന്റെ പ്രവർത്തന സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യ അല്ല, പാർത്തി അല്ലെങ്കിൽ പേർഷ്യയാണ്, അല്ലെങ്കിൽ ഇച്ചിരി തുറന്നു പറഞ്ഞാൽ ഇറാനാണ്. അതിലെ പ്രധാന ശില്പി എന്ന് പറയുന്നത് യൂസൂബിയസ് ആണ്. ഒറിഗൺ എന്ന് പറയുന്ന സഭാപിതാവിന്റെ അഭിപ്രായത്തെ ആധികാരികമായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് യൂസൂബിയസ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തായാലും കിഴക്കൻ സ്ഥലങ്ങളാണ് തോമസിന്റെ പ്രവർത്തന സ്ഥലങ്ങൾ എന്നതിന് തർക്കം ഉണ്ടായിട്ടില്ല. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തോമസ് അപ്പോസ്തലന് ഇവിടെ വരുവാൻ സാധ്യത ഉണ്ടായിരുന്നുവോ എന്നുള്ളതാണ് നാം അറിയേണ്ടത്. ശ്രദ്ധിക്കേണ്ടത്, ചരിത്രങ്ങൾ പഠിച്ചാൽ ദാവീദ് രാജാവിന്റെ അല്ലെങ്കിൽ യുണൈറ്റഡ് കിങ്ഡം എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ ഐക്യരാജ്യം എന്ന് അറിയപ്പെടുന്ന ഇസ്രായേലിന്റെ ആ 3-ാമത്തെ രാജാവും ജ്ഞാനികൾ ജ്ഞാനി എന്ന് ലോകത്തിൽ ഇന്നും അറിയപ്പെടുന്ന ശലോമോൻ രാജാവിന്റെ കാലം മുതൽ തന്നെ പലസ്തീൻ നാടിന് കേരളവുമായിട്ട് വലിയ വ്യാപാര ബന്ധമുണ്ടായിരുന്നു. റോം, ഈജിപ്ത്, അതുപോലെ ഗ്രീസ് എന്നീ സ്ഥലങ്ങളുമായിട്ട് അതിപുരാതന കാലം മുതൽ തന്നെ കേരളം കച്ചവടം സ്ഥാപിച്ചിരുന്നു എന്നുള്ളത് ചരിത്ര വസ്തുതയാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ ഡോക്ടർ ചെറിയാന്റെ നേതൃത്വത്തിൽ പട്ടണഖനനം നടക്കുമ്പോൾ അവിടെ നിന്ന് കണ്ടെടുത്തുള്ള ട്രീറ്റുകളും മറ്റും ഇതിലേക്ക് അല്പം കൂടെ പ്രകാശം വീശുന്നുണ്ട്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ നിന്ന് ദക്ഷിണ തീരത്ത് അന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ടായിരുന്ന പോർട്ടാണ് കൊടുങ്ങല്ലൂരിന് അടുത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ പോർട്ട് എന്നാണ് പൊതുവിൽ വിളിക്കുന്നതെങ്കിലും മുസിരിസ് അല്ലെങ്കിൽ മസൂറി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയിരുന്ന സുഗന്ധദ്രവ്യങ്ങളായിരുന്നു വിദേശ രാജ്യങ്ങളിൽ വലിയ വില കിട്ടുന്ന സാധനമാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന കുരുമുളക് എന്ന് പറയുന്നത് ധനാട്യരുടെ തീന്മേശയെ മോടി പിടിപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇതാണ്, അതനുസരിച്ചാണ് അവരുടെ ധനക്കൂർ അളക്കുന്നത്. ആളെത്ര റിച്ചാണ് എന്ന് അളക്കുന്നത് ഈ കുരുമുളകിന്റെ എണ്ണം അനുസരിച്ചാണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയുന്നു. ഭക്ഷണം വിളമ്പി വെച്ചിട്ട് അതിന്റെ മുകളിൽ അവരത് കഴിക്കത്തില്ലെങ്കിലും ഇതിങ്ങനെ വെച്ച് അലങ്കരിക്കും. അപ്പോൾ ഇതിന് നമ്പർ കൂടുന്നതനുസരിച്ച് ആ വീട്ടുകാരൻ വലിയ ധനാട്ടിനാണ്. ഇത് ചൂട് അതേ പിടിച്ച് അത് നശിച്ചു പോകും, അത് അവർ കഴിക്കുകയില്ല. കാര്യം നമുക്കറിയാമല്ലോ, ഈ കുരുമുളക് അല്പം ഗ്രാണം കൂടുതലാണ്, സാധാരണ ആൾക്കാർക്ക് അത് പിടിക്കില്ല, പ്രത്യേകിച്ച് വിദേശികൾക്ക്. അപ്പോൾ ഇത് അടുത്തടുത്ത് കളയത്തേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ എണ്ണം അനുസരിച്ചാണ് ആ വീട്ടുകാരുടെ ധനക്കൂറ് അളന്നുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, പുതിയ പുതിയ കപ്പൽ പാതകൾ കണ്ടെത്തി വ്യാപാരികൾ ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളെയൊക്കെ തെളിവ് നൽകുന്നത് അപ്പോസ്തലൻ തോമസിന്റെ ഇന്ത്യയിലേക്കുള്ള വരവ് എന്ന് പറയുന്നത് നടന്ന കാര്യമാകാൻ സാധ്യത എന്ന് പറയുന്ന രീതിയിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അന്ന് ഇതുപോലെ യാത്രാ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ അദ്ദേഹം വന്നുവെന്നാണ്. ഇനിയും അതിനെക്കുറിച്ച് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം.
ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം സുക്കോത്ര അല്ലെങ്കിൽ ഉത്തരപൂർവ ആഫ്രിക്ക സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം AD 52 കൊടുങ്ങല്ലൂരിനടുത്തുള്ള മസൂറി എന്ന് പറഞ്ഞ തുറമുഖത്ത് വന്നെത്തുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. മാത്രമല്ല വരുന്ന വഴിയിൽ അദ്ദേഹം എഡസയിൽ അല്ലെങ്കിൽ സിറിയയിൽ ഒരു വിവാഹ വിരുന്നിൽ പങ്കെടുത്തു എന്നുമൊക്കെ ചില പഠനങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അദ്ദേഹം കേരളത്തിൽ വന്നെത്തിയ ശേഷം ഇവിടെ കച്ചവടത്തിനും മറ്റുമായിട്ട് വന്നിരുന്ന യഹൂദന്മാരോടും ഇവിടെ സ്ഥിരതാമസമാക്കിയ യഹൂദന്മാരോടുമാണ് ആദ്യം സുവിശേഷം പറഞ്ഞത്. എൻ്റെ കേൾവിക്കാരോട് കാര്യം കൂടെ പറയുന്നു. BC ഉൾപ്പെടെ ഈ യഹൂദന്മാര് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ എണ്ണം കുറവാണ്. ഏതാണ്ട് 4500 യഹൂദന്മാർ മാത്രമേ ഇപ്പോൾ ഇന്ത്യയിലുള്ളൂ. ഒന്നാമത്തെ മോദി സർക്കാരാണ് അവർക്ക് ന്യൂനപക്ഷ പദവി കൊടുത്തത് എന്നും ചരിത്രങ്ങൾ അറിയാവുന്നവർക്കും അതുപോലെ പത്രമാധ്യമങ്ങൾ വായിക്കുന്നവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ യഹൂദന്മാരോട് കാര്യം, അദ്ദേഹം യഹൂദനാണ്, അതുകൊണ്ടാണ് യഹൂദന്മാരോട് ആദ്യം സുവിശേഷം പങ്കുവെച്ചത്. എന്നാൽ പിന്നീട് ഇവിടെയുള്ള മണ്ണിന്റെ മക്കളോട് സുവിശേഷം പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ മക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ദ്രാവിഡരാണ്. അപ്പോൾ ദ്രാവിഡരോടാണ് സുവിശേഷം പറഞ്ഞത്. എന്നാൽ തോമസ് ശ്ലീഹായുടെ വരവിനെ ആസ്പദമാക്കിയുള്ള ഇന്ത്യൻ സഭാചരിത്രങ്ങളൊക്കെ പറയുമ്പോൾ മിക്കപേരും പറയുന്ന ഭാഗം ശ്രദ്ധിക്കണം. അപ്പോസ്തലൻ തോമസ് സുവിശേഷം പ്രസംഗിക്കുന്ന കേട്ട് കല്ലി, കാലിയാങ്കൽ, പകലോമറ്റം, ശങ്കരപുരി തുടങ്ങിയ 4 ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്നുള്ളവർ അവർ ക്രിസ്തുമാർഗത്തിലേക്ക് വന്നെന്നും അവരെ സ്നാപനം നടത്തി അവർക്ക് തോമസ് ശ്ലീഹ പട്ടത്വം നൽകി എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ അതിലേക്കൊക്കെയാണ് എത്തുന്നത്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചരിത്രം പഠിച്ചാൽ BC 2000-നും 1500-നും ഇടയ്ക്കാണ് മധ്യപൂർവ്വ ഏഷ്യയിൽ നിന്ന് സെമിറ്റിക് വംശജരായി നൽകി ഷിമൈറ്റ്സ് ആയിരുന്ന ആര്യന്മാര് ഇന്ത്യയിൽ പലപ്പോഴായിട്ടാണ് എത്തുന്നത്. അപ്പോൾ വരുന്ന വഴി അതിലെ കുറച്ച് ഗ്രൂപ്പുകൾ അവര് ഇറാനിലേക്ക് പോയി. അവരുടെ മതമാണ് ഐറേനിയൻ മതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വറാക്ഷ്യൻ മതം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഷീയിസം എന്ന പേരിൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് മുസ്ലിങ്ങൾ അവിടെ പിടിച്ചടക്കിയതിനു ശേഷം ഷിയാക്കളാണ് കൂടുതൽ. അതുകൊണ്ട് അവരുടെ ഔദ്യോഗിക മതം എന്ന് പറയുന്നത് മുസ്ലിം തന്നെയാണ്, പക്ഷെ ഷീയിസം അല്ലെങ്കിൽ ഷിയ മതം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് അവർ പല ഘട്ടങ്ങളായിട്ടാണ് വന്നത്. അങ്ങനെ വന്നപ്പോൾ പഞ്ചാബിലെ സിന്ധു നാഗരികത അറിയാമല്ലോ, ലോകത്തിലെ പുരാതന സംസ്കാരങ്ങൾ 4 അതിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഒന്നാണ് നൂറ്റാണ്ടുകൾ നിലനിന്നിരുന്ന വലിയ സംസ്കാരം ആയിരുന്നു സിന്ധു നാഗരികത, അതല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്ന പഞ്ചാബിലെ സിന്ധു നദിയുടെ സംസ്കാരം നിലനിന്നിരുന്ന ആ സ്ഥലത്ത് അതിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത് ദ്രാവിഡന്മാരായിരുന്നു. സ്വതവേ സാധുശീലരായിരുന്നു ഈ പറയുന്ന ദ്രാവിഡന്മാർ, സമാധാനകാംക്ഷികളായിരുന്നു ദ്രാവിഡന്മാർ. അതുപോലെ നീളത്തിൽ കുറിയവരായിരുന്നു, കറുത്ത വർഗ്ഗക്കാരായിരുന്നു. വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാതെ മര്യാദയ്ക്ക് ഒരു കൃത്യമായ ഒരു സംസ്കാരം പോറ്റിപ്പുലർത്തിപ്പോരുന്ന ഒരു വിഭാഗമായിരുന്നു ഈ ദ്രാവിഡർ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ആര്യന്മാരെന്ന് പറയുന്ന അല്ലെങ്കിൽ സെമിറ്റിക് വിഭാഗം എന്ന് പറയുന്നത് അധികായന്മാരാണ്, യുദ്ധ തൽപരന്മാരാണ്. എന്ന് പറഞ്ഞാൽ വന്ന വഴിയിലല്ല അടിയുണ്ടാക്കിയാ വന്നത്. വരുന്ന വഴി റെസ്റ്റോറന്റ് ഒന്നുമില്ല, അതുപോലെ റിസോർട്ടുകളൊന്നുമില്ല, ഹോട്ടലുകളൊന്നുമില്ല. ഇത്രയും പേർക്ക് ആഹാരം കഴിക്കണം. വന്നവരിടത്തു നിന്നും അവർ അവരുടെ കൃഷികൾ കഴിച്ചിട്ടുണ്ട്. ബഹളവും വഴക്കവും ഒക്കെ ഉണ്ടാക്കിയാണ് അവർ വന്നത്. കാര്യം 1-2 പേരല്ല വരുന്നത്, വലിയൊരു വിഭാഗമാണ് യാത്ര ചെയ്തു പോരുന്നത്. ഇനിയും ചരിത്രങ്ങൾ പഠിച്ചാൽ, മധ്യപൂർവേഷ്യയിലെ ചരിത്രം പഠിച്ചാൽ അറിയാം നിങ്ങൾക്ക്. അതായത് ഒരിടത്ത് സ്ഥിരമായിട്ട് താമസിക്കാതെ, കുടിപാർപ്പില്ലാതെ, നൊമാഡിയൻസ് ആയിട്ട് അല്ലെങ്കിൽ ജിപ്സികളായിട്ട് അല്ലെങ്കിൽ നാടോടികളായിട്ട് സഞ്ചരിക്കുന്ന രീതി അന്നേ കാലത്തുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ചരിത്രം പഠിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണ് ഇവർ യാത്ര പുറപ്പെട്ട് ഇവിടെ ഇന്ത്യയിൽ അവർ പ്രവേശിക്കുന്നത്. അങ്ങനെ അവർ ഇവിടെ ഇന്ത്യയിൽ വന്നപ്പോൾ ഇവിടെയുള്ള ഈ സമാധാനകാംക്ഷികളും അതുപോലെ സാധിശീലരും ഒക്കെ ആയിരുന്ന, നീളത്തിൽ കുറിയവരൊക്കെ ആയിരുന്ന ഈ ദ്രാവിഡരെ അവര് അവിടുന്ന് അടിച്ചോടിച്ചു. അങ്ങനെയാണ് ഈ ദ്രാവിഡർ ഉണ്ടാക്കി വെച്ചിരുന്ന ഈ അല്ലെങ്കിൽ ദ്രാവിഡ സംസ്കാരമെന്നോ അല്ലെങ്കിൽ സൈന്ധവ സംസ്കാരമെന്നോ സിന്ധു നാഗരികത എന്നോ അല്ലെങ്കിൽ സിന്ധു നാട് സംസ്കാരമെന്നോ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നോ ഒക്കെ നമ്മൾ വിളിക്കുന്ന അത് ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് മാഞ്ഞു പോയത്. എന്ന് പറഞ്ഞാൽ അത് മണ്ണ് മൂടി അല്ലെങ്കിൽ ചാരം മൂടി നൂറ്റാണ്ടുകൾ കടന്നു. എന്നാൽ 1921 സർ ജോൺ മാർഷലിന്റെ നേതൃത്വം, അന്നത്തെ ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അവര് സിന്ധിൽ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ടാക്കുവാൻ ഇവിടെ ശ്രമം നടത്തിയപ്പോഴാണ് പോട്ടറികൾ അത് പൊട്ടി ഒക്കെ ചിതറുന്ന ശബ്ദം കേട്ടു. അങ്ങനെയാണ് അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ആർക്കിയോളജിസ്റ്റ് ആയിരുന്ന സർ ജോൺ മാർഷലിനെ വിളിച്ചുകൊണ്ട് വന്നു. അദ്ദേഹത്തിന്റെ പഠനത്തിനും ഉത്കലനത്തിനുമാണ് നൂറ്റാണ്ടുകളും അതുപോലെ
സഹസ്രങ്ങൾ ഇതാ മണ്ണും മൂടിക്കിടന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുരാതന സംസ്കാരങ്ങൾ ഒന്നായിരുന്ന സിന്ധു നാഗരികത എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് ലോകം അറിയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന ആര്യന്മാര് ഈ ദ്രാവിഡരെ ഇങ്ങനെ ഓടിച്ചു. ആര്യന്മാര് തെക്കോട്ട് വരുന്ന അനുസരിച്ച് ഇവര് തെക്കോട്ട് ഓടിക്കൊണ്ടിരുന്നു. കാര്യം പേടിയാണ്. അങ്ങനെ ഓടി 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 ഒടുവിൽ ഓടാൻ സ്ഥലമില്ലാതെയായി. എന്ന് പറഞ്ഞാൽ 3 സൈഡും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഭാഗമായി ഇന്ത്യയുടെ തെക്കൻ ഭാഗത്തെത്തി. പിന്നെ അങ്ങോട്ട് ഓടാൻ സ്ഥലമില്ല, എങ്ങോട്ട് ഓടും? അങ്ങനെയാണ് കേരളം, തമിഴ്നാട്, കർണാടക, സീമാദ്ര, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ദ്രാവിഡരുടെ നമ്പർ കൂടിയത് എന്നാണ് നിങ്ങൾ അറിയേണ്ടത്. ഇനി കേരള ചരിത്രം അനുസരിച്ച് AD 6-ാം നൂറ്റാണ്ടിന് ശേഷമാണ് ആര്യന്മാർ കേരളത്തിൽ എത്തുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ വന്നാൽ AD 1-ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് തോമാസ് ലീഗ ആര്യന്മാരെ സ്നാനപ്പെടുന്നത്? അല്പം തുറന്നു പറഞ്ഞാൽ ആര്യന്മാരുടെ പുരോഹിത വർഗമായ ബ്രാഹ്മണരെ സ്നാനപ്പെടുത്തിയെന്നാണ് ഇവിടെ പലരും പറയുന്നത്. കല്ലി, കാലി, അങ്കൽ, പകലോ, മറ്റം, ശങ്കരപുരി തുടങ്ങിയ 4 ബ്രാഹ്മണ കുടുംബങ്ങളെ സ്നാനപ്പെടുത്തി അവർക്ക് പട്ടം നൽകിയെന്നാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, AD 6-ാം നൂറ്റാണ്ടിൽ വന്ന ഈ ആര്യന്മാരുടെ പുരോഹിത വിഭാഗമായ ഈ ബ്രാഹ്മണരെ അങ്ങനെയാണ് AD 1-ാം നൂറ്റാണ്ടിൽ വന്ന തോമാസ് ലീഗ സ്നാനപ്പെടുന്നത്. അപ്പോൾ തന്നെ അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടാകും കേൾവിക്കാർക്ക്. ശരിയായിട്ട് മനസ്സിലാകുവാൻ അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ദ്രാവിഡരാണ് ഇവിടെ ഉള്ളത്, കേരളത്തിലുള്ളത്. ആ കേരളത്തിലുള്ള ആര്യന്മാരെ അല്ല, ദ്രാവിഡരെയാണ് അദ്ദേഹം സ്നാനപ്പെടുത്തിയത്. ഇനിയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇനി ആരെ ആയിക്കോട്ടെ സ്നാനപ്പെടുത്തി പട്ടം നൽകി പുരോഹിതന്മാരാക്കിയെന്നാണ്. ഇനി യേശുവിന്റെ ശിഷ്യനാണ് തോമാസ് ലീഹ, അല്ലെങ്കിൽ തോമസ്, സെയിന്റ് തോമസ് എന്നൊക്കെ വിളിക്കുന്ന, അല്ലെങ്കിൽ അപ്പോസ്തലൻ തോമസ് എന്ന് വിളിക്കുന്ന അദ്ദേഹം പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവനാണ് തോമസ് അപ്പോസ്തലൻ. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം എങ്ങനെയാണ് പട്ടം നൽകിയെന്ന് പറയുന്നത്? അവിടെ തന്നെ അത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നാണ് അറിയേണ്ടത്. കാര്യം നാം അതിന്റെ കാരണങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട്, തോമസ് ഇപ്പോൾ നമ്മൾ കാണുന്ന പുരോഹിത വിഭാഗമുള്ള ഒരു സഭാംഗമായിരുന്നില്ല. രണ്ടാമത്തേത്, പട്ടം നൽകുവാനുള്ള കുറഞ്ഞ യോഗ്യത, കേൾവക്കാർക്ക് പട്ടത്ത സഭകളിലൊക്കെ ഉള്ളവർക്കറിയാം, പട്ടം നൽകുവാനുള്ള കുറഞ്ഞ യോഗ്യത മേൽപ്പട്ടക്കാരനാണ്. പക്ഷേ ഈ പറയുന്ന തോമസ് ഒട്ട് മേൽപ്പട്ടക്കാരനുമായിരുന്നില്ല, പട്ടക്കാരനുമായിരുന്നില്ല. പിന്നെങ്ങനെയാണ് പുള്ളിക്കാരൻ കൊടുക്കുന്നത്? അപ്പോൾ അതിന്റെ അർത്ഥം തോമസ് ഇവിടെ സഭ സ്ഥാപിച്ച് ഇവിടെ ശുശ്രൂഷകരെ ആക്കി എന്ന് പറഞ്ഞാൽ കുറഞ്ഞപക്ഷം പാസ്റ്റർമാരെയോ സുവിശേഷകന്മാരെയോ ഇവിടെ ആക്കി വെച്ചു എന്നാണ്. അല്ലാതെ അദ്ദേഹത്തിന് ഒരിക്കലും അടുക്കുവാൻ കഴിയാത്ത, താൻ വിശ്വസിക്കാത്തൊരു കാര്യം എങ്ങനെയാണ് അദ്ദേഹം നൽകുന്നത്? കാര്യം തന്റെ നാഥനും അതുപോലെ തന്റെ കൂടെ നടന്നവരുമൊന്നും ഈ പട്ടക്കാരായിരുന്നില്ല. അപ്പൊ പിന്നെ അദ്ദേഹം എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? അപ്പോൾ തനിക്ക് അധികാരമില്ലാത്ത ഒരു കാര്യം താൻ എങ്ങനെ ചെയ്യും? അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ പുരോഹിത വർഗങ്ങളെ ആക്കിയെന്നല്ല. നിങ്ങളെ പാട്ടിൽ കൂടെയും ചരിത്രത്തിൽ കൂടെയും ഒക്കെ കേട്ട് കാണാം. നിരണം, ബാലിയൂർ, നിലക്കൽ, കോട്ടക്കാവ്, ഗോകമംഗലം, കൊല്ലം, മാലിയങ്കര തുടങ്ങിയ 7 പള്ളികൾ. ഞാനത് വിശദമായിട്ട് പറയാം. ഒന്നിലധികം പേരുകളുടെ സ്ഥലത്തിന് പറയുന്നുണ്ട്. കൊടുങ്ങല്ലൂര് അല്ലെങ്കിൽ മാലിയങ്കര, ചാവക്കാട് അല്ലെങ്കിൽ പാലൂര്, പറവൂർ അല്ലെങ്കിൽ ഗോട്ടക്കാവ്, അതുപോലെ ഗോക്കമംഗലം, നിരണം, നിലക്കൽ അല്ലെങ്കിൽ ചായൽ, കല്ലിയാൺ അല്ലെങ്കിൽ കൊല്ലം. ഇത് 7 പള്ളി. അരപ്പള്ളി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമായിരിക്കുക, ഇവിടെ കേരളത്തിന്റെ തെക്കൻ അറ്റത്ത് അങ്ങോട്ട് എന്ന് തമിഴ്നാടിന്റെ ആ ഭാഗത്ത് ഉള്ള ഒരു പള്ളിയാണ്. തിരുവാർക്കോട് എന്ന് പറയുന്നൊരു പള്ളിയാണ്. അപ്പോൾ അതാണ് അരപ്പള്ളി. അപ്പോൾ അങ്ങനെ 7 പള്ളികൾ സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, പാരമ്പര്യമായിട്ട് പലരും കേട്ടിട്ടുള്ളതും പഠിപ്പിക്കുന്നതും കാര്യം ഇതാണ്. പക്ഷെ അവിടുത്തെ ഒരു വൈകല്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പെന്തക്കോസ്ത് അനുഭവം പ്രാപിച്ച, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അന്യഭാഷ പറയുന്ന, ഇച്ചിരൂടെ തുറന്നു പറഞ്ഞാൽ ആദ്യ പെന്തക്കോസ്തുകാരിൽ ഒരുവനായിരുന്ന, ആദ്യ ക്രൈസ്തവ സഭയായ പെന്തക്കോസ് സഭയുടെ അംഗമായിരുന്ന അദ്ദേഹം എങ്ങനെയാണ് ഈ പറയുന്ന പള്ളികൾ സ്ഥാപിക്കുന്നത്? ഇനിയും രണ്ടാമത്തെ കാര്യം, തന്റെ നാഥന്റെ കുലമരമാണ് കുരിശെന്ന് പറയുന്നത്. ഒന്നുകൂടെ തുറന്ന് പറയാം, ക്രിസ്ത്യാനികളുടെ ചിഹ്നമല്ല കുരിശെന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ ഇതിന് ശേഷം പറയാം. തന്റെ നാഥന്റെ കുലമരമാണ് കുരിശ്. അതെങ്ങനെയാണ് തോമസ് പൊക്കിക്കൊണ്ടുവന്ന് ഇവിടെ ഈ കുരിശു നാട്ടി പള്ളി ഉണ്ടാക്കിയെന്നും പറഞ്ഞുള്ള സംഭവം നടക്കുന്നത്? അപ്പം കുരിശാണോ പള്ളി എന്ന് പറയുന്നത്? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, കുരിശു നാട്ടി പള്ളി പണിയേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. കാര്യം കുരിശു നാട്ടി പള്ളി പണിയണമെന്നൊന്നും വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമസഭയെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ തന്റെ നാഥന്റെ കുലമരം കൂടിയാണ്. അത് ചുമ്മിക്കൊണ്ട്
തോമാസ്ലീഹ വന്നു എന്ന് പറയുന്നത് വീണ്ടും അല്പം കൂടെ യുക്തിബോധമുള്ളവർക്ക് മനസ്സിൽ ഒരു ചെറിയ കോറൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്നും അറിയണം. എന്നാൽ തോമാസ്ലീഹ പള്ളി ഇവിടെ വന്ന് സ്ഥാപിച്ചെങ്കിൽ അത് വിശുദ്ധ ബൈബിൾ വിഭാവനം ചെയ്യുന്ന സഭയുടെ സംവിധാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ എന്റെ കേൾവിക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞാൽ ഒറിജിനൽ പെന്തക്കോസ് സഭയെ അദ്ദേഹം സ്ഥാപിച്ചു എന്നാണ്. എന്നാൽ കാലപ്പഴക്കത്തിൽ ദുരുപദേശകന്മാരുടെ കയ്യിൽപ്പെട്ട് അത് മറ്റ് രീതികളിലേക്ക് മാറി എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഇനി ഞാൻ ഇത് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കുരിശ് എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ചിഹ്നമല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് AD 4-ാം നൂറ്റാണ്ടിൽ ഞാൻ പറഞ്ഞല്ലോ 312 ഫ്ലേവിയസ് കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് മനപരിവർത്തനമില്ലാതെ യേശുവിനെ അറിയാതെ പേരിന് വേണ്ടി ക്രിസ്ത്യാനിയായ അദ്ദേഹത്തിന് മനസ്സിലുണ്ടായ, ഞാൻ മുമ്പേ പറഞ്ഞ ആ ദർശനം കണ്ടെന്നൊക്കെ പറയുന്ന അതനുസരിച്ചുള്ള ഒരു വികല്പം മനസ്സിൽ വന്നിട്ട് അത് ചിഹ്നമായിട്ട് അത് സ്വീകരിച്ചതാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, AD 4-ാം നൂറ്റാണ്ടിലാണ് കുരിശ് ക്രിസ്ത്യാനികളുടെ ചിഹ്നമായിട്ട് അവരോധിക്കപ്പെട്ടത്. പക്ഷേ ഒറിജിനൽ ക്രിസ്ത്യാനിയുടെ ചിഹ്നം കുരിശല്ല. ഇതിനാരെ ലക്ഷ്യമെന്ന് സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു എന്ന് പറയുമ്പോൾ അപ്പോൾ കുരിശിലാണ് രക്ഷ. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ കുരിശിന്റെ തൊട്ടപ്പുറത്ത് 2 കള്ളന്മാരെ കുരിശിച്ചിരുന്നു. ദത്തേസും ദമേത്തേസും എന്നുള്ള പേര്. അങ്ങനെ അവരുടെ കുരിശിലും വേണ്ടേ? യേശുവിനെ അല്ല ആദ്യമായിട്ട് കുരിശിൽ തൂക്കിയത്. 100 കണക്കിന് പേര് ക്രൂശിൽ തറച്ചു വന്ന സ്ഥലമാണ് ഗോൽഗോത്താക്കുന്ന സ്കൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാൽവറി എന്നൊക്കെ വിളിക്കുന്ന ആ സ്ഥലം, അല്ലെങ്കിൽ തലയൊട്ടിക്കുന്ന്. അപ്പൊ പിന്നെ കുരിശിലാണ് രക്ഷ, കുരിശിലല്ല രക്ഷ. അപ്പോൾ കുരിശിൽ കിടന്നവല്ലാണ് രക്ഷ. അപ്പോൾ ഇതിനാലെ ലക്ഷ്യമെന്ന് സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു എന്ന് പറയുന്ന സ്ലീബായെ കുമ്പിടാനും ഇടയിൽ കുരിശിനെ കുമ്പിടാനും വേണ്ടി വിശുദ്ധ ബൈബിൾ എവിടെയാണ് പറയുന്നത്? അപ്പോൾ അതാ പറഞ്ഞത്, ഇങ്ങനെ ഒരു സംഘടനയുടെ ചട്ടക്കൂട് ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണെങ്കിലും അത് ക്രിസ്തീയ സംവിധാനമാകുമ്പോൾ അത് ക്രിസ്തീയ ഉപദേശത്തിന് അനുസാരമാകണ്ടേ? അതിന് പിന്നിൽ ബലമേകേണ്ടത് പരിശുദ്ധാത്മാവല്ലേ? അതിന് സാധ്യതകൾ കാണിക്കേണ്ടത് വിശുദ്ധ ബൈബിളല്ലേ? അപ്പോൾ വിശുദ്ധ ബൈബിളും പരിശുദ്ധാത്മാവും യേശുവും അറിയാത്ത കാര്യം സഭയാണെന്നും സഭയുടെ ചട്ടക്കൂടാണെന്നും ഉപദേശമാണെന്നും ആചാരമാണ് അനുഷ്ഠാനമാണെന്നും പറഞ്ഞാൽ അതിന് പിന്നിൽ അണിനിരക്കുവാൻ ദൈവിക തൃത്വം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് സത്യം നമ്മൾ തിരിച്ചറിയണം, യാഥാർത്ഥ്യം എന്താണെന്നുള്ള സുബോധം നമ്മുടെ അകത്ത് ഉണ്ടാകണം. ഇനിയും രണ്ടാമത്തെ കാര്യം, തോമാസ്ലീഹ ഇവിടെ പള്ളികൾ പണിഞ്ഞു എന്ന് പറയുമ്പോൾ നിരണം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയാൽ അദ്ദേഹം പണിഞ്ഞ ആദ്യകാല പള്ളിയാണെന്നാണ് പറയുന്നത്. നിങ്ങൾ നിരണത്തേക്ക് തിരിയുന്ന ആ ഭാഗത്ത് ഒരു വലിയ ആർച്ച് കടപ്പുറയിൽ വെച്ചിട്ടുണ്ട്. തിരുവല്ല നിന്ന് പരിമലയിലേക്ക് പോകുന്ന ആ വഴിയാണ്. എല്ലാവർക്കും ആ സ്ഥലം എന്റെ കേൾവിക്കാർക്ക് അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്. തിരുവല്ലയിൽ നിന്ന് പരിമലയ്ക്ക് പോകുന്ന ആ വഴിയിൽ ആണ് കടപ്പുറ എന്ന സ്ഥലം. അവിടുന്ന് റൈറ്റിലേക്ക് തിരിയുന്ന സ്ഥലത്താണ് നിരണം പള്ളിയിലേക്ക് പോകുന്നത്. അവിടെ വലിയൊരു ആർച്ച് വെച്ചിട്ടുണ്ട്. അവിടെ AD 54 അത് സ്ഥാപിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. തോമത്ത് കടവ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കടവൊക്കെ ഉണ്ട്. അവിടെയാണ് തോമസ് വന്നത്. തോമസ് അവിടെ വന്നില്ലെന്നും ഞാൻ പറയുന്നില്ല. അങ്കമാലിയിലേക്ക് വന്നതിനെ കുറിച്ചും ചില ചരിത്ര പഠനങ്ങൾ പറയുന്നുണ്ട്. അങ്കമാലി അറിയാമല്ലോ, വടക്കൻ ഭാഗത്തുള്ള അങ്കമാലിയുടെ കാര്യമാണ്. അപ്പോൾ അവിടെ അങ്ങാടിക്കൽ കടവ് വഴി അദ്ദേഹം വന്നു എന്നൊക്കെയാണ് പറയുന്നത്. തോട് വഴി വന്നു എന്നാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെയും വന്നില്ലെന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ ആ പള്ളിയുടെ പേരെഴുതിയേക്ക് ശ്രദ്ധിക്കണം, സെയിന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയൻ ചർച്ച് എന്നാണ്. അപ്പൊ സെയിന്റ് മേരീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, മറിയ യേശുവിന് ജന്മം നൽകുവാൻ ദൈവം ഉപയോഗിച്ച, അല്ലെങ്കിൽ യേശുവിന് 270-280 ഇടയ്ക്ക് ദിവസം ഉദരത്തിൽ ചുമക്കുവാൻ അസുലഭ ഭാഗ്യം കിട്ടിയ മറിയ, ആ മറിയ വിശുദ്ധയാണെന്നൊന്നും അല്ല എഴുതി വച്ചിരിക്കുന്നത്. നിങ്ങൾ ബൈബിൾ ശ്രദ്ധിക്കണം. ലൂക്കോസ് വിശേഷത്തിലാണ് അത് എഴുതുന്നത്. 1-ാം അധ്യായത്തിലാണ് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഏതാണ്ട് ലൂക്കോസ് വിശേഷം 1-ാം അധ്യായം 28-ാമത്തെ വായിക്കുന്നതിലുള്ള ആ ഭാഗം, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. മറിയ വിളി കേട്ടപ്പോഴേ ഞെട്ടി, ഇതെന്തൊരു വന്ദനം? അപ്പോൾ ദൂതൻ പറഞ്ഞു, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. അപ്പോൾ മനസ്സിലാക്കണം, മറിയയുടെ വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടോ കാത്തലിക് വിഭാഗം പഠിപ്പിക്കുന്ന പോലെ അമലോത്ഭവയാണ് മറിയ എന്ന് ബൈബിൾ പറയുന്നില്ല. എന്ന് പാപം കൂടാതെ ജനിച്ചവളാണെന്ന് ബൈബിൾ പറയുന്നില്ല. ഇതെല്ലാം ചില തൽപര കക്ഷികളുടെ കണ്ടുപിടുത്തമാണ് എന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. അപ്പൊ സെയിന്റ് മേരീസ് അല്ലെങ്കിൽ മറിയയെ ആരാധ്യ വസ്തുവായിട്ട് കണ്ടെത്തിയത് മറിയ ആരാധ്യ വസ്തുവല്ല, അല്ലെങ്കിൽ വർഷിപ്പിംഗ് ഓബ്ജക്റ്റ് അല്ല, ഡീറ്റി അല്ല, അല്ലെങ്കിൽ ഗോഡസ് അല്ല. അപ്പോൾ മറിയ എന്ന് പറയുന്നത് യേശുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചവളാണ്. ആ മറിയ ആരാധ്യ വസ്തുവല്ല. ഞാൻ മറിയയെ കുറിച്ചും പറയാം. അപ്പോൾ മറിയ 4-ാമത്തെ നൂറ്റാണ്ടാണ് ഞാൻ മുമ്പ് പരാമർശിച്ചതുപോലെ
മറിയ 4-ാമത്തെ നൂറ്റാണ്ടിലാണ് സിംറാമീസും തമ്മൂസും എന്ന് പറയുന്ന പഴയ വിജാതീയ ആരാധന വിഭാഗത്തിന്റെ അവരുടെ ദേവിയും ദേവനുമായിരുന്ന അത് മറിയയും യേശുവുമാണെന്ന് പേരുമാറ്റം നടത്തി ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കണം, AD 4-ാം നൂറ്റാണ്ടിൽ ആണ് ഈ കൃത്രിപ്പ് നടന്നത്. അങ്ങനെയാണെങ്കിൽ AD 1-ാം നൂറ്റാണ്ടിൽ തോമാസ് ലീഹ പണിഞ്ഞു എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ഥാപിച്ചു എന്ന് പറഞ്ഞ പള്ളിക്ക് അങ്ങനെ സെയിന്റ് മേരീസ് എന്ന് പേര് വരുന്നത്. ഇനി നിറളംപള്ളിയുടെ ചരിത്രം തന്നെ പഠിച്ചാൽ നിറളംപള്ളി അവിടെയല്ല സ്ഥാപിക്കപ്പെട്ടിരുന്നതാണ്, അത് ആറ്റിനക്കരയായിരുന്നു. പിന്നീട് അത് അങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചു. അപ്പോൾ അതിന്റെ ഇടയിൽ തന്നെ എന്തൊക്കെയോ കൃത്രിപ്പുകളും ദുരുപദേശങ്ങളും സംഭവിച്ചു എന്നാണ് നാം അറിയേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, വിശുദ്ധ ബൈബിൾ പ്രഖ്യാപനം ചെയ്യുന്ന സഭയുടെ ഉപദേശം എന്ന് പറയുന്നത് 5 ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്. 1 അപ്പോസ്തോലൻ, 2 പാസ്റ്റർ അല്ലെങ്കിൽ ഇടയൻ, 3-ാമത്തേത് സുവിശേഷകൻ, 4-ാമത്തേത് പ്രവാചകൻ, 5-ാമത്തേത് ഉപദേഷ്ടാവ് അല്ലെങ്കിൽ ടീച്ചറാണ്. ഇതാണ് വിശുദ്ധ ബൈബിൾ പുതിയ നിയമസഭയിൽ നൽകുന്ന 5 ഉദ്യോഗസ്ഥർ. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ കാണുന്ന ഈ കൃത്രിപ്പുകൾ എങ്ങനെ വന്നു എന്ന് അറിയുവാൻ വേണ്ടി ഒരു ശ്രമം നടത്തുക. ഇനി ഒന്നുകൂടി പറയാം, മറിയ എന്ന് പറയുന്ന ആ സ്ത്രീ, അവൾ ഒത്തിരി ഞങ്ങൾ ബഹുമാനിക്കുന്നതാണ് മറിയെ. പലരും പറയുന്നത് പെന്തക്കോസുകാർക്ക് അമ്മയില്ലാത്തവരാണെങ്കിൽ മറിയെ ഉൾക്കൊള്ളുന്നില്ല. മറിയെ ഉൾക്കൊള്ളുന്നുണ്ട്, പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ ഉൾക്കൊള്ളണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. വിശുദ്ധ ബൈബിൾ പറയുന്ന പോലെ ഉൾക്കൊള്ളുവാൻ ഞങ്ങൾ തയ്യാറാണ്. എന്താണ് മറിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നതിന്റെ കാര്യം? 1, നിങ്ങൾ യഹൂദന്മാരുടെ അന്നത്തെ ചരിത്രവും അവിടുത്തെ കസ്റ്റമറി ലോയും അറിയണം. അതനുസരിച്ച് വിവാഹം കഴിച്ച് ഒരു പുരുഷനും സ്ത്രീയും ഒരുമിച്ച് താമസിക്കാതെ ഒരു പെൺകുട്ടി ഗർഭവതിയായാൽ അവളെ കല്ലെറിഞ്ഞു കൊല്ലുമെന്നറിയണം. അതിന്റെ വിശദാംശങ്ങളെല്ലാം ഞാൻ പറയുന്നില്ല, ഒത്തിരി വിശദാംശം പറയാനുണ്ട്. അങ്ങനെ നികൃഷ്ടമായ ഒരു മരണം മുൻപിൽ കണ്ടിട്ടും അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ലൂക്കോസ് വിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം, ഇതാ നിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. എന്താ, കല്ലെറിഞ്ഞു കൊല്ലുമെന്നറിയാം, പക്ഷെ എന്നാലും ദൈവത്തിന്റെ ഹിതം അതാണെങ്കിൽ ഞാൻ റെഡിയാണെന്നാണ്. അപ്പോൾ ദൈവത്തിന്റെ ഹിതത്തിന് വിധേയപ്പെട്ട ഒരു സ്ത്രീ. 2-ാമത്തേത്, ലോകരക്ഷിതാവായ യേശുവിനെ ഏതാണ്ട് 270-നും 280-നും ഇടയ്ക്ക് ദിവസങ്ങൾ ഉദരത്തിൽ ചുമക്കുവാൻ അസുലഭ ഭാഗ്യം കിട്ടിയ സ്ത്രീ. 3-ാമത്തേത്, താൻ ഉദരത്തിൽ ചുമന്നവൻ പറഞ്ഞത് അനുസരിച്ച സ്ത്രീ. അതാണ് നമ്മൾക്ക് കാനാവിലെ കല്യാണത്തിന് സമയത്ത് കാണുന്നത്. അവിടെ ശരിയായിട്ട് പറഞ്ഞാൽ, നീ എന്തിനാണ് എന്നെ ഇതിന് ഇൻവോൾവ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നതാണ് പറഞ്ഞത്. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേഷൻ അതാണ്. പക്ഷെ മലയാളത്തിൽ വന്നപ്പോൾ സ്ത്രീയെ എനിക്ക് നിനക്ക് നമ്മിൽ എന്ത് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എന്റെ നാഴിക വന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ മറിയ അത് അംഗീകരിച്ചു. അപ്പോൾ ഇനിയും അടുത്തൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, താൻ ഉദരത്തിൽ ചുമന്നുകൊണ്ട് കടന്ന ആ യേശു ക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിച്ചവളാണ് മറിയ. തീർന്നില്ല, ആ മറിയ യേശുവിന്റെ കുരിശിന്റെ ചുവട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ, താൻ ഉദരത്തിൽ ചുമന്നവന്റെ കൽപ്പന അനുസരിച്ച് യേശു അയക്കുവാനിരുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന സംഘത്തിൽ മറിയ ഉണ്ടായിരുന്നു എന്നാണ് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നാൽ ആദ്യത്തെ അന്യഭാഷ പറഞ്ഞതിൽ ഒരാൾ മറിയയാണ്. അപ്പോൾ മറിയെ അംഗീകരിക്കുന്നു പറയുന്നവരെ, എനിക്കൊരു ചോദ്യം, എന്തുകൊണ്ടാണ് മറിയ പറഞ്ഞ അന്യഭാഷ അല്ലെങ്കിൽ ആ കൃപ പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കാത്തത്? മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, താൻ ഉദരത്തിൽ ചുമന്നവന്റെ മണവാട്ടിയായി എന്നുള്ളതാണ് മറിയ. ആദ്യത്തെ ക്രൈസ്തവ സഭയിൽ അല്ലെങ്കിൽ തുറന്നു പറഞ്ഞാൽ പെന്തക്കോസ്റ്റിൽ അല്ലെങ്കിൽ അന്യഭാഷ പറയുന്ന അപ്പോസ്തലന്മാർ നേതൃത്വം നടന്ന ആ സഭയിലെ അംഗമായിരുന്നു മറിയ. അവസാനത്തെ ഒന്നുകൂടെ പറയുന്നു, മറിയ തന്റെ ഉദരത്തിൽ ചുമന്നു നടന്ന അവന്റെ വരവിന് വേണ്ടി കാത്തിരുന്നവളാണ് മറിയ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇത്രയൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ സഭ ഏതാണ്, എന്തല്ല സഭ എന്നും കൂടെ നമ്മൾക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് കേൾവിക്കാരെ, വിശുദ്ധ ബൈബിൾ പറയുന്ന നിയമവും ഉപദേശവും സംഹിതയും അനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുക. കാര്യം, നമ്മളിവിടെ ആരെയും പ്രസാദിപ്പിക്കുവാനോ ആരോടും മസിൽ പിടിക്കാനും വേണ്ടിയല്ല. എന്താണ് സത്യമെന്നറിഞ്ഞ് ക്രിസ്ത്യാനി എന്ന് പേര് ഇട്ടിട്ട് കാര്യമില്ല. നമ്മൾ സ്വർഗത്തിൽ പോകുവാൻ വേണ്ടിയല്ലേ ആഗ്രഹം, ആർക്കും നരകത്തിൽ പോകണമെന്ന് ആഗ്രഹമില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ബന്ധുജനങ്ങൾ, അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ നാട്ടുകാർ, എന്നെ അറിയാവുന്നവർ, എന്നെ അറിയാമെന്നവരാരുമാകട്ടെ, എല്ലാവരും ഈ സത്യവചനമനുസരിച്ച് വിശുദ്ധ സഭയിലെ അംഗങ്ങളായിട്ട് മുൻപോട്ട് പോകുവാൻ സർവ്വകൃപാലുവായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുത്തുന്നു. സർവശക്തനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.